Thank you, Anupa, for the warm welcome. Good afternoon, all. എല്ലാവരും ന്യൂട്രീഷൻ അപ്ലൈ ചെയ്തിട്ട് വന്നില്ലേ? കഴിച്ചില്ലേ? ഭക്ഷണം കഴിച്ചില്ലേ? ഉറക്കം വരുന്നുണ്ടോ? ചെറുതായിട്ട് അല്ലേ? കാറ്റും ഭക്ഷണവും ഒക്കെ ആയപ്പോൾ ഓക്കെ. സ്പോർട്സ് ന്യൂട്രീഷൻ എന്നുള്ള കൺസെപ്റ്റ്, it's coming first from the basic thought that the requirement for an athlete in terms of quality and quantity of the food is different. For example, എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഞാൻ കാലത്ത് എഴുന്നേൽക്കുന്നു, ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു. ഓക്കെ, അങ്ങനെ ഒരു റുട്ടീനുള്ള ഒരാൾ കഴിക്കുന്ന ഫുഡും ഇൻറ്റൻസ് ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള ഒരാൾ കഴിക്കുന്ന ഫുഡും തമ്മിൽ ഡിഫറെൻ്റ് ആണ് എന്നുള്ള ഈ ഒരു സിമ്പിൾ തോട്ടിൽ നിന്നാണ് സ്പോർട്സ് ന്യൂട്രീഷൻ്റെ ഒറിജിൻ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ പോയിന്റ്. അപ്പോൾ ഒറിജിൻ തന്നെ റിക്വയർമെൻറ്റ് വ്യത്യാസമാണ് അല്ലെങ്കിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് സ്പോർട്സ് ന്യൂട്രീഷൻ എന്നൊരു ശാഖ കൊണ്ടുവന്നു. സ്പോർട്സ് ന്യൂട്രീഷൻ ഇസ് എ സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റ് ആസ് ഇറ്റ് റിലേറ്റ്സ് ടു ദ അത്ലറ്റിക് പെർഫോമൻസ്. It plays a key role in helping athletes reach their peak performance, maintain health, and recover effectively. But we can see that sports nutrition is helping in three ways. First one is, it should help their performance. ഏതാണോ ഇവൻറ്റ് പെർഫോം ചെയ്യുന്നത് അതിൻ്റെ പീക്ക് പെർഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. സെക്കൻഡ്, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കണം. ആൻഡ് തേർഡ് വൺ ഇസ് ടു റിക്കവർ ദം പ്രോപ്പർലി. These are the basic functions of a sports nutrition. ഇവിടെ താഴെ നിങ്ങൾക്കൊരു ഫുഡ് പിരമിഡ് കാണാം. ഈ ഫുഡ് പിരമിഡ് എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷനിസ്റ്റ് യൂസ് ചെയ്യുന്നൊരു ടൂളാണ്. ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് പിരമിഡ്. ലൈക്ക് യു നോ ദ പിരമിഡ്സ് സൈസ് ആസ് ഇറ്റ് ഗോസ് അപ്പ്, അതിൻ്റെ ഏരിയ കുറവാണ് അല്ലേ? താഴെ ബ്രോഡറാണ്, ഈ മുകളിലോട്ട് പോകുന്നവർ അതിൻ്റെ ഏരിയ കുറഞ്ഞു വരും. ഇങ്ങനെയല്ലേ കാണുന്നത്? അപ്പോൾ സാധാരണ ഒരു സെഡൻറ്ററി ലൈഫ് ഉള്ള ഒരു ആളുടെ പിരമിഡ്, ഫുഡ് പിരമിഡ് ഇസ് ഡിഫറെൻറ്റ്. അത്ലറ്റിനെ സംബന്ധിച്ച് ഫുഡ് പിരമിഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ കാണുന്നത് കാർബ്സ് ആണ്. ആ ബ്രോഡർ പോർഷനിൽ കാണുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്, എനർജിക്ക് തരുന്ന കാർബോഹൈഡ്രേറ്റ്. നോർമലി കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേപ്പിളായിട്ട് കഴിക്കുന്ന റൈസ്, വീറ്റ്, അതുപോലെ മില്ലറ്റ്സ്, കോൺ, അങ്ങനെയുള്ള ഗ്രെയിൻസ് ആണ് ഫുഡ് പിരമിഡിൻ്റെ താഴെ കാണുന്നത്. അതിൻ്റെ തൊട്ട് മുകളിൽ കാണുന്നതാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഫോക്കസിങ് ഓൺ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ആൻഡ് തേർഡ് പൊസിഷനിലാണ് പ്രോട്ടീൻസ് വരുന്നത്, മിൽക്ക് പ്രോഡക്ട്സ്, നോൺ വെജിറ്റേറിയൻ, ദാൽ, പൾസസ്. ആൻഡ് ഏറ്റവും ടോപ്പിനകത്താണ് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്. അപ്പോൾ അതിൻ്റെ ഏരിയ കുറയുന്നതനുസരിച്ച് അത്ലറ്റ്സിൻ്റെ നീഡ് കുറവാണെന്നർത്ഥം. ഇപ്പോൾ ഫാറ്റ്സ് ആൻഡ് ഷുഗേഴ്സ് ഏറ്റവും കുറച്ച് മതി. വെൻ കമ്പയർഡ് ടു കാർബ്സ്, പ്രോട്ടീൻ കുറച്ച് മതി. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കൺസെപ്റ്റ്. ഒരു പിരമിഡിനകത്ത് വെക്കാനോ, സ്ക്വയറിലല്ലല്ലോ വെച്ചത്, പിരമിഡിലല്ലേ? അപ്പോൾ പിരമിഡിൽ വെക്കാനുള്ള കാരണമാണ് ഞാനീ പറഞ്ഞത്. അതിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ചാണ് നമ്മൾ പിരമിഡിൽ ഫുഡിനെ പ്ലേസ് ചെയ്തത്. അപ്പോൾ സ്പോർട്സ് ന്യൂട്രീഷൻ്റെ 3 ഏരിയ നമ്മൾ പറഞ്ഞു. ഒരു ജനറൽ ഐഡിയ കിട്ടാൻ ഫുഡിനെ നമ്മൾ പിരമിഡിൻ്റെ രൂപത്തിലിടുകയും ചെയ്തു. ഓക്കെ, നെക്സ്റ്റ്, പെർഫോമൻസ്, ഫിറ്റ്നസ് ആൻഡ് ഹെൽത്ത്. ഈ 3 ഏരിയയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ 3 ഏരിയനെ ഫോക്കസ് ചെയ്യുന്ന പോലെ ആയിരിക്കണം ഒരു അത്ലറ്റിൻ്റെ ഫുഡ്. ഈ 3 ഏരിയയും 3 സെപ്പറേറ്റ് ഏരിയ അല്ല. നിങ്ങൾക്ക് ആ ഡയഗ്രാം കണ്ടാൽ അറിയാം, ഇറ്റ് ഈസ് ഇൻറ്റർ റിലേറ്റഡ്. ഹെൽത്ത് ഇല്ലാതെ ഫിറ്റ്നസ് ഇല്ല, ഹെൽത്തും ഫിറ്റ്നസ്സും ഇല്ലാതെ പെർഫോമൻസും ഇല്ല. ഓക്കെ, ഇപ്പോൾ പല സ്ഥലങ്ങളിലും അത്ലറ്റ്സ് ആണെങ്കിൽ പോലും അവർ നേരിട്ട് ചിന്തിക്കുന്നത് ഈ പെർഫോമൻസിനെ പറ്റി മാത്രമാണ്. പെർഫോമൻസ് എങ്ങനെ എൻഹാൻസ് ചെയ്യാം എന്നുള്ള കൺസെപ്റ്റ് മാത്രമാണ് കൊണ്ടുവരുന്നത്. സോ ദേ ആർ ഇഗ്നറിങ് അബൌട്ട് ദി അതർ 2 പാർട്സ്. അങ്ങനെ വരുമ്പോഴാണ് കൂടുതലായിട്ടും ഹെൽത്ത് റിസ്ക് ഒക്കെ ഉണ്ടാവുന്നത്. ബട്ട് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദീസ് 3 ആർ നോട്ട്
They are three different components but are interrelated. And here in this, you can see the comprehensive nutrition concept. It is divided into three different stages. In the first stage, as it should focus on the health, that is chronic disease prevention, immune system. അസുഖങ്ങൾ ഇല്ലാതിരിക്കുകയും വേണം, വരാതിരിക്കുകയും വേണം അല്ലേ. അപ്പോൾ ക്രോണിക് ആയിട്ടുള്ള ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജി വേണം, പ്ലസ് ഇമ്മ്യൂൺ സിസ്റ്റം എൻഹാൻസ് ചെയ്യാൻ പറ്റണം. ഇനി ആക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇവൻറ്റ്, ആ പർട്ടിക്കുലർ ഇവൻറ്റിന് വേണ്ടുന്ന ഫ്യൂവലിംഗ്. സപ്പോസ് ഇറ്റ് ഇസ് എൻ എൻഡുറൻസ് ഇവൻറ്റ്, അവർക്ക് വേണ്ടുന്ന ഫ്യൂവലിംഗ് ഇറ്റ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം എ സ്പ്രിൻറ്റർ, ഇറ്റ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം എ കോമ്പാക്ട് സ്പോർട്ട് പാർട്ടിസിപ്പൻറ്റ്. അപ്പോൾ ഇവൻറ്റ് സ്പെസിഫിക് ആയിട്ട് ഫ്യൂവൽ ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ് ഇസ് റിക്കവറി പോസ്റ്റ് ഇവൻറ്റ്, പെർഫോമൻസ് കഴിഞ്ഞിട്ടുള്ള റിക്കവറി ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ പറ്റണം. റിക്കവറി എന്നുള്ള ടേം എന്താ ഉദ്ദേശിക്കുന്നത്? റിസ്റ്റോറിങ് പ്രോസസ്സ്. അതായത് നമ്മൾ എങ്ങനെയാണോ കാലത്ത് എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് ട്രെയിനിങ്ങിന് പോയത്, ആഫ്റ്റർ ദ ട്രെയിനിങ് എപ്പോഴാണോ നമ്മൾ വീണ്ടും അതേ ഫ്രഷ്നെസ്സിലേക്ക് വരുന്നത്, ആ പ്രോസസ്സിനെയാണ് റിക്കവറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ റിക്കവറി ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം അവർ കഴിക്കുന്ന ഫുഡ്. നെക്സ്റ്റ്, ടാസ്ക് സ്പെസിഫിക് ബോഡി കോമ്പോസിഷൻ. ആന്ത്രോപോമെട്രി എന്നുള്ള ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഓരോ ഇവൻറ്റിനും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ബോഡി കോമ്പോസിഷൻ ഉണ്ട്. ലൈക്ക് ഒരു സ്പ്രിൻറ്ററിൻ്റെ ബോഡി കോമ്പോസിഷൻ, ഹൗ ദെയർ മസിൽ മാസ് ഷുഡ് ബി, ഇൻ വാട്ട് റേഞ്ച് ദെയർ ഫാറ്റ് മാസ് ഷുഡ് ബി. അതുപോലെ ഒരു എൻഡുറൻസ് ഇവൻറ്റ് ചെയ്യുന്ന ആളാണ്, അപ്പോൾ അവരുടെ ഫാറ്റ് മാസ് എങ്ങനെ വേണം, മസിൽ മാസ് എങ്ങനെ വേണം. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഇവൻറ്റിന് വേണ്ടുന്ന രീതിയിൽ ബോഡി കോമ്പോസിഷനെ ഓൾട്ടർ ചെയ്യാൻ ന്യൂട്രീഷനെ കൊണ്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇപ്പോൾ ഒരു ഇനീഷ്യൽ അസസ്മെൻറ്റിന് ഫാറ്റ് മാസ് കൂടുതലാണെന്ന് കണ്ടു. അപ്പോൾ ത്രൂ ഒരു ന്യൂട്രീഷൻ്റെ ഗൈഡ് ലൈൻസോടുകൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ചേഞ്ച് ദാറ്റ് ബോഡി കോമ്പോസിഷൻ. അപ്പോൾ ആ ചേഞ്ച് കൊണ്ടുവരാൻ ന്യൂട്രീഷൻ ഉപയോഗപ്പെടുത്താൻ പറ്റും. ദെൻ കോഗ്നിറ്റീവ് പെർഫോമൻസ്, എവറിത്തിങ് കംസ് ഫ്രം ദ ബ്രെയിൻ അല്ലേ. നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് അവിടെ കാണുന്നതെങ്കിലും ഒരു അത്ലറ്റിനെ സംബന്ധിച്ച് ഒരു റിസർച്ച് ചെയ്യുന്ന ആൾ യൂസ് ചെയ്യുന്ന അത്രയും തന്നെ ഒരു ബ്രെയിൻ വർക്ക് അവർക്കും ഉണ്ട്. ഇപ്പോൾ ഒപ്പോണൻറ്റിൻ്റെ സ്പീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, അവരുടെ മൂവ്സ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് ബ്രെയിൻ വർക്ക് വരുന്ന ഒരു ഏരിയ ആണ് സ്പോർട്സ്. ഓക്കെ, അപ്പോൾ ആ കോഗ്നിറ്റീവ് എൻഹാൻസ്മെൻറ്റിന് സഹായിക്കുന്നതായിരിക്കണം ന്യൂട്രീഷൻ. ദെൻ ആർഡേഴ്സ് എൻവയൺമെൻറ്റ് പ്രിപ്പയർഡ്നെസ്, അതായത് ഒരു എക്സ്ട്രീം ക്ലൈമറ്റ്സിലോ ഒരു എക്സ്ട്രീം ഓൾട്ടിറ്റ്യൂഡിലോ ഒക്കെ പെർഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കണം. നെക്സ്റ്റ് ഇസ് ദി ഇൽനെസ് ആൻഡ് ഇഞ്ചുറി ആൻഡ് റിക്കവറി, സപ്പോർട്ടിംഗ് ഓഫ് ദ ലോങ് ടേം കണ്ടീഷൻസ്. അതായത് കണ്ടിന്യൂസ്ലി ഒരു സ്പോർട്ടിൽ പ്രവർത്തിച്ചതുകൊണ്ട് ഉണ്ടായേക്കാവുന്ന ഒരു ലോങ് ടേം കോംപ്ലിക്കേഷൻസിനെ ഒരു പരിധി വരെയെങ്കിലും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ന്യൂട്രീഷൻ. അപ്പോൾ ന്യൂട്രീഷൻ പെർഫോം ചെയ്യുന്ന 3 ഡിഫറെൻറ്റ് തലങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. എവിടെ നിന്ന് തൊട്ട് നമ്മൾ തുടങ്ങി? ഹെൽത്ത്, ഫിറ്റ്നസ് ആൻഡ് ഫൈനലി ഇൻ ടു ദ പെർഫോമൻസ്. ഇനി എങ്ങനെയാണ് സ്പോർട്സ് ന്യൂട്രീഷൻ്റെ ജസ്റ്റ് ഒരു ഹിസ്റ്ററി പറയാം. ലൈക്ക് ഏൻഷ്യൻ്റ് ഇറയിൽ ലൈക്ക് അപ്പോൾ സോൾജേഴ്സോ അല്ലെങ്കിൽ ആ സമയത്ത് ഹെവി ആയിട്ടുള്ള ഫിസിക്കൽ ലേബർ ചെയ്യുന്ന ആൾക്കാരൊക്കെ അവർ മനസ്സിലാക്കിയിരുന്നു ചില പ്രത്യേക ഫുഡ് അല്ലെങ്കിൽ പ്രത്യേക ഹെർബ്സ് ഒക്കെ കഴിക്കുമ്പോൾ അവരുടെ സ്റ്റാമിന ഇമ്പ്രൂവ് ചെയ്യുന്നു എന്ന് അവർ മനസ്സിലാക്കി. ബട്ട് സയൻറ്റിഫിക് കൺസെപ്റ്റ് ഒന്നും തന്നെ ഇല്ല. മേ ബി അന്ന് കഴിച്ചുകൊണ്ട് പോകുന്ന ഇപ്പോൾ ചില ഹെർബ്സ് ഒക്കെ കഴിക്കുമ്പോൾ അവർക്ക് തോന്നുകയാണ് ഇന്ന് എനിക്ക് ക്ഷീണം ഉണ്ടായില്ല അല്ലെങ്കിൽ ഇത് ബെറ്റർ ആണ്. അങ്ങനെ ഒരു ഐഡിയ മാത്രമേ, ഒരു വേഗമായിട്ടുള്ള ഐഡിയ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് 19th century വന്നപ്പോൾ കുറച്ചുകൂടെ സയൻറ്റിഫിക് സ്റ്റഡീസ് ആൻഡ് ന്യൂട്രീഷൻ സ്റ്റാർട്ടഡ്. ഏർലി 20th century കാർബോഹൈഡ്രേറ്റ് ലോഡിങ്ങും എന്താണ് വൈറ്റമിൻസ് എന്നൊക്കെ കണ്ടുപിടിക്കുകയും ചില വൈറ്റമിൻസിൻ്റെ നമ്മുടെ ബോഡിയിലുള്ള റോൾസ് എന്താണെന്ന്, ഇപ്പോൾ ബി വൈറ്റമിൻ എനർജി പ്രൊഡക്ഷൻ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി, വൈറ്റമിൻ എ ഗുഡ് ഫോർ ഐസ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റഡീസ് വന്നു. നെക്സ്റ്റ് ഇൻ ദ മിഡ് there came the protein supplements and specialized sports ring. കുറച്ചും കൂടെ സ്പെസിഫിക് ആയി തുടങ്ങി പ്രോട്ടീൻ്റെ റോൾ എന്താണ്. അതിലൊരു നാച്ചുറൽ കണ്ടുപിടുത്തം എന്നതിലുപരി ഒരു ഇൻഡസ്ട്രിയൽ വൈസും കൂടെ ഉണ്ട് അതിനകത്ത്. ഓക്കെ, ഷിഫ്റ്റിംഗ് ഫ്രം ദ കാർബോഹൈഡ്രേറ്റ് ടു പ്രോട്ടീൻ എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടെ വന്നു.
ലേറ്റ് 20th സെഞ്ചുറി ഒക്കെ ആകുമ്പോഴത്തേനും മാക്രോ ന്യൂട്രിയൻസ് എന്താ, മൈക്രോ ന്യൂട്രിയൻസ് എന്താ, വിച്ച് ന്യൂട്രിയൻസ് ആർ നീഡഡ് ഇൻ ലാർജർ എമൗണ്ട്, വിച്ച് ഇസ് നീഡഡ് ഇൻ എ ലോവർ എമൗണ്ട്, അതിൻ്റെയൊക്കെ റോൾ എന്താണെന്നൊക്കെ മനസ്സിലായി. 21st സെഞ്ചുറി പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷൻ പ്ലാൻസ് ആൻഡ് അഡ്വാൻസ്ഡ് സപ്ലിമെൻറ്റ്സ്. പ്രോട്ടീൻ സപ്ലിമെൻറ്റിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ്. അതിൽ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ വന്നു അല്ലേ. ക്രിയാറ്റിൻ, പ്രോട്ടീനിൽ തന്നെ സ്പെസിഫിക്കലി ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് സപ്ലിമെൻറ്റ്സ്, BCAA, അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ യാത്ര തുടങ്ങിയത്. ന്യൂട്രീഷൻ ഏൻഷ്യൻ്റ് ഏരിയയിൽ നിന്ന് 21st സെഞ്ചുറിയിലേക്ക് എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എത്തി നിൽക്കുന്നത് ഇൻഡിവിജ്വലൈസ്ഡ് ആണെന്ന് മനസ്സിലാക്കി. അതായത് ഒരു കൺസെപ്റ്റ് സെയിം ആണെങ്കിലും എല്ലാവർക്കും നീഡ് ഒരുപോലെയല്ല, എല്ലാവരുടെയും മെറ്റബോളിസം ഒരുപോലെയല്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി എത്തി നിൽക്കുകയാണ്. ലേറ്റസ്റ്റ് കുറച്ച് ബേസിക്സ് ഓഫ് ന്യൂട്രീഷൻ ഒന്നും ഞാൻ കവർ ചെയ്യുന്നില്ല. അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ബാലൻസ്ഡ് മീൽ കഴിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഉള്ള കുറച്ച് ലേറ്റസ്റ്റ് ട്രെൻഡ്സിനെ പരിചയപ്പെടുത്താം. അതിൽ ഫസ്റ്റ് വൺ ഇസ് പേഴ്സണലൈസേഷൻ ആൻഡ് ജെനറ്റിക് ന്യൂട്രീഷൻ. Genomic testing determines the interplay between genes, nutrition and health. It helps personalize the diet and nutrition and provides you with a blueprint of optimal health and wellness. Here's all you need to know about DNA-based diet and getting the right nutrition with genomic testing. അതായത് നമ്മുടെ ജീൻ അനുസരിച്ച് ഓരോ ന്യൂട്രിയൻസും നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നതിന് വ്യത്യാസം ഉണ്ടെന്നാണ് ലേറ്റസ്റ്റ് കണ്ടുപിടുത്തം. ഫോർ എക്സാമ്പിൾ, അതിന് വളരെ കോമൺ ആയിട്ട് നമ്മളിപ്പോൾ പറയുന്നതാണ് ഈ ലാക്ടോസ് ഇൻടോളറൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അതായത് ഇപ്പോൾ ഞാനും ഇയാളും ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും പാലാ കുടിക്കുന്നതെങ്കിലും രണ്ടുപേർക്കും അത് ഒരുപോലെ ഡൈജസ്റ്റ് ആവില്ല. അത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള സ്പെസിഫിക് ന്യൂട്രിയൻസ് ചിലപ്പോൾ എൻ്റെ ബോഡിയിൽ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി ഇപ്പം ആ ജീനിനനുസരിച്ചാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് പോകുന്നത്. സർട്ടൻ പ്രോട്ടീൻസ് ലൈക്ക് ഗ്ലൂട്ടൻ, അങ്ങനെയുള്ള പ്രോട്ടീനൊന്നും ചിലർക്ക് ഡൈജസ്റ്റ് ആവില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ, ഈ ഇത്തരത്തിലുള്ള അലർജിക് റിയാക്ഷൻസ് ഒക്കെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. ആ പെർട്ടിക്കുലർ പേഴ്സണിന് എന്താണോ ആവശ്യം അല്ലെങ്കിൽ എന്താണോ അവരുടെ മെറ്റബോളിസം അതനുസരിച്ച് മാത്രം ഡയറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ ന്യൂട്രിജെനോമിക്സ് ഉപയോഗപ്പെടുത്താൻ പറ്റുക. ഇത് ഏറ്റവും അധികം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതും സ്പോർട്സിൽ തന്നെയാണ്. കാരണം ഈ പ്രോട്ടീൻ സപ്ലിമെൻ്റ് ഒക്കെ പലരും വാങ്ങിച്ച്, അതായത് ഇത്തരം ഒരു ഐഡിയ ഒന്നും ഇല്ലാതെ വാങ്ങിച്ച് കഴിച്ചിട്ട് കുറേ ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണോ പറ്റുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ നല്ല പെർഫോമൻസിനെ ഹെൽപ്പ് ചെയ്യും. Macronutrient breakdown, how efficiently the body metabolizes the fats and protein, and vitamin and mineral needs, like which nutrient a person may require in higher quantities. അതായത് in case like ചില ആൾക്കാർക്ക് ബൈ ഇൻഹറൻറ്റ് അവർ വൈറ്റമിൻ B12 ഡെഫിഷ്യൻ്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ പർട്ടിക്കുലർ വൈറ്റമിൻ അല്ലെങ്കിൽ ന്യൂട്രിയൻ്റ് അവർക്ക് ഡെഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവരെ ആ പർട്ടിക്കുലർ സപ്ലിമെൻറ്റ് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഫുഡ് കൊടുത്ത് അവരെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഫുഡ് സെൻസിറ്റിവിറ്റീസ്, ഈ ലാക്ടോസ് ഇൻടോളറൻസും ഒക്കെ. പിന്നെ റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ദ ക്രോപ്പ്. ഇപ്പോൾ ജീൻ ടെസ്റ്റിനെ പറ്റി എങ്ങനെയാണ് ന്യൂട്രീഷനിൽ അത് ഉപയോഗപ്പെടുത്താമെന്നൊരു ഐഡിയ കിട്ടിയോ? ചില സർട്ടൺ ഡിസീസസ് വിച്ച് റൺസ് ഇൻ ദ ഫാമിലി. ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററിയിൽ മുത്തശ്ശന് ഡയബറ്റിസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് എന്താണ് നമ്മുടെ ജീൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഫാക്ടർ, ഡയബറ്റിസ് കോസിങ് ഫാക്ടർ നമ്മളിൽ എത്ര ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രിവെൻഷനാണ്. ഏർലി ഐഡൻറ്റിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതനുസരിച്ച് മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 40 വയസ്സിൽ ഡയബറ്റിസ് വരുന്നതിനെ നമുക്ക് കുറച്ചുകൂടെ നീട്ടി 60 വയസ്സിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ള ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ആണ് ഇപ്പം ന്യൂട്രീഷനിലൊക്കെ കാണുന്നത്. ഈ ജീൻ ടെസ്റ്റ് നമ്മൾ മറ്റുള്ള എല്ലാ ഫീൽഡിലും ഉപയോഗിക്കുന്ന പോലെ തന്നെ ന്യൂട്രീഷനിലും ഉപയോഗപ്പെടുത്താം. Next is about microbiome based nutrition. Now like we used to say ഗട്ട് ഇൻസ്റ്റിൻറ്റ് എന്നൊക്കെ പറയില്ലേ, ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുമ്പോൾ ചിലർ പറയില്ലേ, എനിക്കിത് മുന്നേ തോന്നിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഗട്ട് ഇൻസ്റ്റിങ്ക്റ്റ്, യു ഷുഡ് ഫോളോ യുവർ ഗട്ട് ഇൻസ്റ്റിങ്ക്റ്റ് എന്നൊക്കെ പറയും. അത് ഈ ഗട്ടും ബ്രെയിനുമായിട്ട് ഗട്ട് ബ്രെയിൻ ആക്സസ് ഒക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, സ്റ്റൊമക്ക് എത്ര ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ബ്രെയിനും നല്ല ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ലേറ്റസ്റ്റ് ട്രെൻഡ്സ് പറയുന്നത്.
The microbiome refers to the collection of microorganisms living in intestine. Microbiome എന്നുള്ള ടേം എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം നമ്മുടെ ബോഡിക്കകത്ത് മില്യൺസ് ട്രില്യൺസ് ഓഫ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടെന്ന്. ചിലത് ഹാംഫുൾ ആണ്, ചിലത് ബെനിഫിഷ്യൽ ആണ്. ഈ മൈക്രോ ഓർഗാനിസത്തിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ആ ടേമാണ് മൈക്രോബയോം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, so microbiome-based nutrition aims to promote a healthy balance of the gut bacteria through the diet. This involves consuming foods that support the beneficial bacteria and reduce harmful ones. ഇപ്പോൾ അത്ലറ്റ്സിൻ്റെ കേസസിലായാലും ഈ അവർക്ക് ഒരുപാട് പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ വേണം, അബ്സോർപ്ഷൻ വേണം. അവർക്ക് എന്തൊക്കെയാണോ നമ്മൾ ന്യൂട്രിയൻസ് കൊടുക്കുന്നത് പ്രോപ്പർലി അബ്സോർബ് ചെയ്യണം അല്ലേ. ഈ പ്രോപ്പർലി അബ്സോർബ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇൻറ്റസ്റ്റൈനാണ്. ഈ ഇൻറ്റസ്റ്റൈനിലെ ഗട്ട് മൈക്രോബയോം ഷാർപ്പാക്കി വെക്കുകയാണെങ്കിൽ, ഷാർപ്പ് ഇൻ ദ സെൻസ് കൂടുതൽ നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള ബാക്ടീരിയയും റെഡ്യൂസ് നമ്പർ ഓഫ് ദ ഹാംഫുൾ ബാക്ടീരിയ ആണെങ്കിൽ അവർക്ക് ബെറ്റർ അബ്സോർപ്ഷൻ ഉണ്ടാവും എന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. സോ വിച്ച് ആർ ദ ഫുഡ് വിച്ച് വിൽ ഹെൽപ്പ് ദ മൈക്രോബയോം? നല്ല ബാക്ടീരിയനെ എൻഹാൻസ് ചെയ്യാനും ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയനെ കില്ല് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഫുഡാണെന്നാണ്. ഈ ടേം കേട്ടിട്ടുണ്ടോ? പ്രോബയോട്ടിക് അല്ലേ. അപ്പോൾ ഈ മൈക്രോബയോം എൻഹാൻസ് ചെയ്യുന്ന കുറച്ച് ഫുഡ്സ് ഉണ്ട്. അതിലൊന്നാണ് ഈ പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. പ്രോബയോട്ടിൻ്റെ എക്സാമ്പിൾ എന്താ? സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് കേർഡ് അല്ലേ, കേർഡ്. ഓക്കെ, അപ്പോൾ ഈ പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിനകത്ത് തന്നെ ലൈവായിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട്. അതിനെയാണ് പ്രോബയോട്ടിക് ഫുഡ് എന്ന് പറയുക. ആ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നോർമലി നമ്മൾ ഫെർമെൻറ്റ് ചെയ്യുമ്പോൾ തൈര് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? പാല് ഫെർമെൻറ്റ് ചെയ്താണ് നമ്മൾ തൈര് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് വഴി നല്ല നമുക്ക് ബോഡിക്കകത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അത് ദർബൈ നമ്മുടെ ഗട്ട് മൈക്രോബയം എൻഹാൻസ് ചെയ്യും. ഓക്കെ, ഫുഡ്സ് ലൈക്ക് യോഗേർഡ്, കെഫിർ, കിംചി, ഓരോ റീജിയണിലും അവരുടേതായ ഫെർമെൻറ്റഡ് പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പോൾ കേർഡ് നമ്മളൊരു ഇന്ത്യൻ ഡയറ്റിൽ വരുന്നതാണ് കേർഡ് എന്ന് പറയുന്നത്. കേർഡ് ഉണ്ട്, ചീസുണ്ട്, ഗ്രെയിൻ ധാന്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫെർമെൻറ്റഡ് പ്രോഡക്ട്സ് ഉണ്ട്. നമുക്ക് ഏറ്റവും യൂഷ്വലായിട്ട് നമ്മൾ ഇന്ത്യൻ ഡയറ്റിൽ യൂസ് ചെയ്യുന്നത് കേർഡാണ്. ഇപ്പോൾ ഒരു പരിധി വരെ നമ്മൾ യോഗേർട്ട്സും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കേർഡ്, യോഗേർട്ടൊക്കെ ഒരു അത്ലറ്റിൻ്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താ പറഞ്ഞാൽ അവരുടെ ഗട്ട് മൈക്രോബയോം സ്ട്രോങ് ആവും. സ്ട്രോങ് ആവുമ്പോൾ ഈ ന്യൂട്രിയൻസ് പ്രോപ്പർലി അബ്സോർബ്ഡ് ആവും. വൺ തിങ്, ഇമ്മ്യൂൺ സിസ്റ്റം എൻഹാൻസ് ചെയ്യപ്പെടും. ഇമ്മ്യൂൺ സിസ്റ്റം, ബിക്കോസ് മെനി ഓഫ് ദ ഡിസീസസ് കണക്റ്റഡ് ടു ദിസ് ഹാംഫുൾ ബാക്ടീരിയ. അപ്പോൾ ഈ ഹാംഫുൾ ബാക്ടീരിയയുടെ പ്രസൻസ് കുറയുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം ബെനിഫിറ്റ് ചെയ്യും. ദെൻ ഐ ടോൾഡ് ദർ ഇസ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ ഗട്ട് ആൻഡ് ദ ബ്രെയിൻ. ഗട്ട് ബ്രെയിൻ ആക്സസ് ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ദെയർ കോഗ്നേറ്റീവ് എബിലിറ്റി വിൽ ഓൾസോ, ഈവൻ ദെയർ മൂഡ് വിൽ ഓൾസോ ഗെറ്റ് പ്രോപ്പർ. Next is about the prebiotic, probiotic and prebiotic. ഈ രണ്ടും ഗട്ട് മൈക്രോബയോം എൻഹാൻസ് ചെയ്യാൻ വേണ്ടുന്ന ഫുഡാണ്. പ്രീബയോട്ടിക് എന്ന് പറഞ്ഞാൽ, പ്രോബയോട്ടിക് നമ്മൾ പറഞ്ഞു ലൈവ് കൾച്ചറാണ്. അതായത് നമ്മൾ ഫെർമെൻറ്റ് ചെയ്ത് ലൈവായിട്ട് ആ ബാക്ടീരിയ ഉള്ള ഫുഡിനെ നമ്മൾ കൺസ്യൂം ചെയ്യാമെന്ന് പറഞ്ഞു. പ്രീബയോട്ടിക്കിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹൈ ഫൈബറസ് ആയിട്ടുള്ള ഫുഡ്സ് ലൈക്ക് certain ഫുഡ്സ് ലൈക്ക് ഗാർലിക്, ബനാന, ലെഗ്യൂംസ്. ലെഗ്യൂംസ് എന്താ? ലെഗ്യൂംസ് എന്താ? പയറുവർഗ്ഗങ്ങൾ അല്ലേ. നമ്മൾ തോലോട് കൂടി കഴിക്കുന്ന ചെറുപയർ, പിന്നെന്താ പരിപ്പ്, എല്ലാ ദാലും, രാജ്മ, അങ്ങനെ നമ്മൾ വിത്ത് സ്കിന്നോടുകൂടി കഴിക്കുന്ന ആ ലെഗ്യൂംസ് ആണ് പൾസസ് ആൻഡ് ലെഗ്യൂംസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ലെഗ്യൂംസ്, ഓണിയൻസ്, ടൊമാറ്റോ, ഇത്തരത്തിലുള്ള ഫുഡ്, ബനാന, ഇത്തരത്തിലുള്ള ഫുഡ് കഴിക്കുമ്പോൾ ആ ഫുഡ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എസ്കേപ്പ് ചെയ്ത് പോയി ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് ചെല്ലും. പണ്ട് ബയോളജി പഠിച്ച ഓർമ്മയുണ്ടോ? ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ സ്കിപ്പ് ചെയ്ത് അവർ ലാർജ് ഇൻറ്റസ്റ്റൈനിലെത്തി അവിടെ നമുക്ക് വേണ്ടുന്ന ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് അത് നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്തിനെ എൻഹാൻസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ ഫുഡാണ് നമ്മൾ പറഞ്ഞത്? ഗാർലിക്, ഓണിയൻ, ബനാന ആൻഡ് ഓൾസോ ഹോൾ ഗ്രെയിൻസ്. എന്താ ഹോൾ ഗ്രെയിൻസ്? നമ്മൾ തവിടോടുകൂടി കഴിക്കുന്ന ധാന്യങ്ങളെല്ലാം ഹോൾ ഗ്രെയിൻസ് ആണ്. അതിനകത്ത് ആ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ഡിഫറൻസ് ബിറ്റ്വീൻ ഹോൾ ഗ്രെയിൻ ആൻഡ് റിഫൈൻഡ് ഗ്രെയിൻസ്. എന്താ വ്യത്യാസം?
ആ ഔട്ടർ ലെയർ ഇല്ല, എൻഡോസ്പേം മാത്രമേ ഉള്ളൂ റിഫൈൻഡ് ഗ്രെയിനിൽ അല്ലേ. ഇപ്പം നമ്മൾ തവിട് കളഞ്ഞെടുക്കുന്ന നല്ല വെളുത്ത ചോറ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് റിഫൈൻഡ് ഗ്രെയിൻ. തവിടോട് കൂടിയ അരി കഴിക്കുമ്പോൾ ഇറ്റ് ഇസ് ഹോൾ ഗ്രെയിൻ. റിഫൈൻഡ് ആയിട്ടുള്ള വീറ്റാണ് മൈദ എന്ന് പറയുന്നത്. അൺറിഫൈൻഡ് ആണ് ഹോൾ വീറ്റ് ഫ്ലോർ, നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആട്ട. ഓക്കെ, സോ അപ്പോൾ ഈ റിഫൈനിങ് എന്നുള്ള പ്രോസസ്സ് ഈ ഔട്ടർ ഗ്രെയിനിനെ കളയും. ഈ ഔട്ടർ ഗ്രെയിൻ പോയി കഴിയുമ്പം ഇതിൻ്റെ ഈ പ്രീബയോട്ടിക് ഇഫക്റ്റ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇപ്പോൾ തവിടോട് കൂടിയ ധാന്യങ്ങൾ എല്ലാം കഴിക്കുന്നത് പറയുന്നത്. അപ്പം ഈ പ്രീബയോട്ടിക് ഫുഡും അത്ലറ്റ്സിനെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെ? ഈ ഗട്ട് മൈക്രോബയോം എൻഹാൻസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ ഇപ്പം ഇതെങ്ങനെയാണ് സ്പോർട്സിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആ പറഞ്ഞ ഹെൽത്ത്, പെർഫോമൻസ് ആൻഡ് ഫിറ്റ്നസ് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇതെല്ലാം ഹെൽത്തിനെ എൻഹാൻസ് ചെയ്യുന്നതാണ്, ദർ ബൈ ദ പെർഫോമൻസ്. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് ഇസ് അബൌട്ട് ഹെൽത്തി ഫാറ്റ്സ്. ഫാറ്റ്സ് എന്ന് കാണുമ്പോഴേ എല്ലാവർക്കും പേടിയല്ലേ? ആദ്യം എന്താ ഓർമ്മ വരിക? കൊളസ്ട്രോൾ, ഹാർട്ട് അറ്റാക്ക് അല്ല, ആ ടേം തന്നെ നമുക്ക് പേടിപ്പെടുത്തുന്നതാണ് ഇപ്പോൾ അല്ലേ. അത്ലറ്റ്സിൻ്റെ ഇടയിലും നമ്മൾ അവിടുത്തെ ട്രെയിനീസിൻ്റെ ഇടയിലും എഗ്ഗ് കഴിച്ചിട്ട് യോക്ക് കളയുന്നൊരു ട്രെൻഡ് നമ്മൾ കാണാറുണ്ട്. കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് കൊളസ്ട്രോൾ അല്ലേ എന്നാണ് നമ്മളോട് പറയാം. ഇത് ഫാറ്റ് അല്ലേ, ഈ ഫാറ്റ് ഹാം ചെയ്യില്ലേ എന്നാണ് നമ്മളോട് പറയാം. ബട്ട് ദർ ഇസ് സംതിങ് കോൾഡ് ഹെൽത്തി ഫാറ്റ്സ്, okay, which can be included like avocado, sardine എന്താ, ചെറിയ മത്തി, ചെറുവക മീൻ മത്തി, കോക്കനട്ട്, ടർമറിക്സ്, സീഡ്സ്, ആൽമണ്ട്സ്, ദെൻ ദിസ് ബട്ടർ, വീട്ടിലുണ്ടാക്കുന്ന ഗീ ബട്ടർ, ഇതെല്ലാം ഹെൽത്തി ഒലിവ്സ്, സാൽമൺ, ഇതെല്ലാം ഹെൽത്തി ഫാറ്റ്സ് ആണെന്ന് പറയാം. ഈ ഹെൽത്തി ഫാറ്റ്സ് എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് വിൽ ലോവർ ദ ബാഡ് കൊളസ്ട്രോൾ. നമ്മുടെ ബോഡിക്കകത്തുള്ള LDL എന്നുള്ള ബാഡ് കൊളസ്ട്രോളിനെ ലോവർ ചെയ്യും. HDL എന്നുള്ള ടേം കേട്ടിട്ടുണ്ടോ? ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ അല്ലേ. ഇത് നമ്മുടെ എപ്പോഴേലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു ബ്ലഡ് ചെക്ക് എടുക്കുമ്പോഴേലും കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ LDL എന്ന് പറയുന്നത് ബാഡ് കൊളസ്ട്രോൾ ആണ്. HDL എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ഗുഡ് കൊളസ്ട്രോൾ ആണ്. ഇതിനെ എൻഹാൻസ് ചെയ്യാനും സഹായിക്കും. പിന്നെ ബ്രെയിൻ ഫങ്ഷൻ, omega-3 എന്നൊക്കെ കേട്ടിട്ടില്ലേ? omega-3, omega-6, ഇതൊക്കെ സപ്ലിമെൻറ്റിൻ്റെ രൂപത്തിൽ എല്ലാവരും കേട്ട് കാണും. ഫുഡിൻ്റെ രൂപത്തിൽ കേൾക്കാനാണ് ബുദ്ധിമുട്ട്. സപ്ലിമെൻറ്റ് omega-3 കഴിക്കാൻ എല്ലാവർക്കും അറിയാം. അത് എവിടെ നിന്നാണ് നാച്ചുറലി കിട്ടുക എന്നുള്ളത് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. അതിന് പകരം കുറച്ചുകൂടെ ഈസി വേ എന്ന് പറഞ്ഞാൽ നമുക്ക് omega-3 അങ്ങനെ ക്യാപ്സ്യൂളോ ഒക്കെ ആയിട്ട് വാങ്ങിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നാച്ചുറൽ ഫുഡിൽ കൂടെ കിട്ടുന്നത് തന്നെയാണ്. ഓക്കെ, ദെൻ റെഡ്യൂസ് ദ ഇൻഫ്ലമേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് എല്ലാ അത്ലറ്റ്സും ഫേസ് ചെയ്യുന്നുണ്ടാവും. ഡ്യൂ ടു ദെയർ എനി ഫിസിക്കൽ ആക്ടിവിറ്റി. നമ്മൾ പുറമേ കാണുന്ന ഇൻഫ്ലമേഷൻ അല്ല, ഉള്ളിൽ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നീർക്കെട്ട് അല്ലേ, നീര് വരുന്നതിനാണ്. പുറമേ കാണുന്ന നീർക്കെട്ടല്ല, അകത്ത് അവർക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ഈ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാൻ omega-3 ഇസ് ദ ബെസ്റ്റ്. ഫിഷ് ഓയിൽ, ഫിഷ് നല്ല ടൈപ്പ് ഓഫ് സീഡ്സ് ഉപയോഗിക്കുന്നതും നട്ട്സ് ഉപയോഗിക്കുന്നതും ഫിഷിനെ ഉപയോഗിക്കുന്നതൊക്കെ ഈ ഇൻറ്റേർണൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കും. എങ്ങനെയാണ് ഈ ഇൻറ്റേർണൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നത്? ഈ omega-3യുടെ പ്രസൻസ് ആണ് ഇൻറ്റേർണൽ ഇൻഫ്ലമേഷനെ കുറയ്ക്കുന്നത്. ദെൻ ഫെസിലിറ്റേറ്റിംഗ് ദ വൈറ്റമിൻ അബ്സോർപ്ഷൻ. ദർ ആർ മെനി വൈറ്റമിൻസ് ലൈക്ക് വൈറ്റമിൻ A, D, E, K. ഇതെല്ലാം ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ്. ഫാറ്റിൻ്റെ പ്രസൻസിൽ മാത്രമാണ് ഈ വൈറ്റമിൻസ് എല്ലാം അബ്സോർബ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്ലറ്റ്സിൻ്റെ ഡയറ്റിൽ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബോഡി കോമ്പോസിഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫാറ്റ് റെഡ്യൂസ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേനും അവർ ആദ്യം കട്ട് ചെയ്യുന്നത് ഫാറ്റിൻ്റെ എല്ലാ സോഴ്സും ആണ്. ലൈക്ക് ഈ എഗ് യോക്ക് അല്ലെങ്കിൽ നല്ല ഗീ, ബട്ടർ, ഇതെല്ലാം അങ്ങ് കട്ട് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഫാറ്റ് മാസ് അങ്ങ് കുറയും എന്നുള്ളതാണ് ധാരണ. അങ്ങനെയല്ല ഫാറ്റ് മാസ് കുറയുന്നത്. ആവശ്യത്തിനുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ഇറ്റ്സ് എ മസ്റ്റ് ഇൻ എ അത്ലറ്റ്സ് ഡയറ്റ്. അപ്പം നമ്മൾ ഗട്ട് മൈക്രോബയോം ഇംപ്രൂവ് ചെയ്യാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, പ്രോബയോട്ടിക് പോലെയുള്ള ലൈവ് ബാക്ടീരിയ ഉള്ള ഫെർമെൻറ്റഡ് പ്രോഡക്ട്സ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. പ്രീബയോട്ടിക് ഫൈബറസ് ആയിട്ടുള്ള വയറിനകത്ത് ചെന്ന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞു. തേർഡ് പോയിന്റ് നമ്മൾ പറഞ്ഞത് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. How does it benefit? Improved digestion, enhanced immune function, reduced inflammation, better mental health.
ഈ 4 ഫാക്ടേഴ്സും ഗട്ട് മൈക്രോബയോം കറക്റ്റ് ചെയ്യുന്നത് വഴി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്കൊക്കെ ഒരു വിചാരമുണ്ട് ഇമ്മ്യൂണിറ്റി പുറത്തുനിന്ന് കിട്ടേണ്ട എന്തോ ആണെന്നാണ്. അതായത് ഇന്നൊരു ഐറ്റം കഴിച്ചാൽ ഇമ്മ്യൂണിറ്റി ബിൽഡിംഗ് ടാബ്ലറ്റ്സ് അങ്ങനെ ഒരുപാട് ഈ കൊറോണയ്ക്ക് ശേഷം ഒരു ട്രെൻഡ് തന്നെയാണ്. ഇമ്മ്യൂണിറ്റി എന്നുള്ള വേർഡ് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അപ്പം എങ്ങനെ ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം എന്നുള്ളൊരു ട്രെൻഡ് തന്നെ വന്നു. പല കമ്പനീസും അതിനെയൊക്കെ കുപ്പിയിലാക്കി വിൽക്കുകയും ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാവേണ്ടത് ഇതിൽ നിന്ന് ലേറ്റസ്റ്റ് ട്രെൻഡ് പറയുന്നത് ഇമ്മ്യൂണിറ്റി നമ്മുടെ ഉള്ളിൽ നിന്നാണ്. നമ്മുടെ ഗട്ട് മൈക്രോബയോം സ്ട്രോങ് ആക്കി വെക്കുമ്പോൾ നമുക്ക് ഇന്നേറ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പോൾ ആ ഗട്ട് മൈക്രോബയോം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യാൻ പറ്റും, ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ പറ്റും, ബെറ്റർ മെൻ്റൽ ഹെൽത്ത് ഉണ്ടാവും. യു ഹാവ് ഹേർഡ് അബൌട്ട് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം. ആൻസൈറ്റി ഉണ്ടാവുമ്പോൾ ബവൽ മൂവ്മെൻറ്റ് ഇറിറ്റേറ്റഡ് ആവും. ആൻഷ്യസ് എന്നാൽ കൂടെ ബാത്റൂമിലോട്ട് പോകുന്ന ആൾക്കാരില്ലേ? അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ ഗട്ട് ബ്രെയിൻ ആക്സിസ് കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗട്ട് മൈക്രോബയോമിനെ സ്ട്രോങ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയാസ് എല്ലാം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗട്ട് മൈക്രോബയോം ഒരു ഇന്നോവേഷനാണ്, ലേറ്റസ്റ്റ് ട്രെൻഡാണ്. ജനറ്റിക് ടെസ്റ്റിംഗ് ഒരു ലേറ്റസ്റ്റ് ട്രെൻഡാണ്. ആൻഡ് ദ തേർഡ് തിങ് ഐ വുഡ് ലൈക്ക് ടു സേ അബൌട്ട് ദി പ്ലാൻ ബേസ്ഡ് ആൻഡ് സസ്റ്റൈനബിൾ ന്യൂട്രീഷൻ. പണ്ട് തൊട്ടേ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഒരു അത്ലറ്റ് ആണെങ്കിൽ നല്ലപോലെ നോൺ വെജ് കഴിക്കണം. ഇറ്റ്സ് എ മസ്റ്റ്. ദേ ഹാവ് എ ഫീലിംഗ്. അത്ലറ്റ് ഡയറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഫിഷും ചിക്കനും മീറ്റും ഒക്കെയാണ് ഹയർ സൈഡിൽ എപ്പോഴും വരും. പ്രോട്ടീൻ എപ്പോഴും ഹൈ ആയിട്ടാണ് വരും. പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് പറയുന്നത് ഈവൻ ഇഫ് യു ആർ എ വീഗൻ, ഈവൻ ഇഫ് യു ആർ വെജിറ്റേറിയൻ, ദർ ഇസ് എൻ ഓപ്ഷൻസ് ഫോർ യു, ബെറ്റർ ഓപ്ഷൻസ് ഫോർ യു. പ്ലാൻ ബേസ്ഡ്, അതായത് പണ്ട് പ്രോട്ടീൻ കിട്ടാൻ നോൺ വെജ് കഴിക്കണമെന്ന് വിശ്വസിച്ചപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ സോഴ്സ് വേറെ ഒരുപാടുണ്ട്. സോയ് ബേസ്ഡ് പ്രോട്ടീൻസ്, നട്ട് ബേസ്ഡ് പ്രോട്ടീൻസ്, ഈവൻ മിൽക്ക് പറ്റാത്ത ആൾക്കാർക്ക് വരെ ആൽമണ്ട് മിൽക്ക്, സോയ് മിൽക്ക്, അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. പ്ലസ് ഓൾ ദ ലെഗ്യൂംസ്, പൾസസ്. ഇപ്പോൾ സോയ് തന്നെ സോയ ബീൻ കഴിക്കുന്നതിന് പകരം സോയ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് വേറെ ഉണ്ട്. ടോഫു കേട്ടിട്ടുണ്ടോ? പനീർ പോലെ സോയിൽ നിന്നുണ്ടാക്കുന്നതാണ് ടോഫു, ടെമ്പെ, അങ്ങനെ ഒരുപാട് പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോട്ടീൻസ് ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചത്. പണ്ട് നേച്ചറിൽ ഉണ്ടായിരുന്നത് തന്നെയാണ്, പക്ഷെ അതൊക്കെ ഒരു ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആയിട്ട് നമ്മൾ കണക്കാക്കപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതിലെല്ലാം പ്രോട്ടീൻ ഉണ്ടെന്നും ഈവൻ ഇഫ് യു ആർ എ വെജിറ്റേറിയൻ യു ഹാവ് ഓൾ ദ ഓപ്ഷൻസ് ടു ഗെറ്റ് ഓൾ ദ അമിനോ ആസിഡ്സ് എന്നുള്ള കൺസെപ്റ്റും വന്നു കഴിഞ്ഞു. ഓക്കെ, ആൻഡ് വിച്ച് ഇസ് ഓൾമോസ്റ്റ് പാർട്ട് ഓഫ് ദ സസ്റ്റൈനബിൾ ന്യൂട്രീഷൻ. These are the plant-based protein sources seen. Legumes like black beans, kidney beans, soy products like tofu, tempeh, edamame. Edamame എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയുടെ ഏറ്റവും യങ്ങസ്റ്റ് സ്റ്റേജിലുള്ള ബീനാണത്. Then nuts and seeds, almonds, chia seeds, flax seeds, and many seeds are there. Whole grains, vegetables, plant-based proteins like pea protein, brown rice protein, soy protein, mycoprotein, seitan, it's a wheat gluten. അപ്പോൾ ഇതെല്ലാം ഒരു നോൺ വെജിറ്റേറിയൻസിന് കിട്ടുന്ന അതേ തോതിൽ ഒരു വെജിറ്റേറിയൻസിന് പ്രോട്ടീൻ കിട്ടാമെന്നുള്ള സോഴ്സസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഇത് an athlete should consume non-vegetarian food എന്നുള്ള കൺസെപ്റ്റൊക്കെ മാറി. നെക്സ്റ്റ് ഇന്നോവേഷൻ ഹാസ് ഹാപ്പൻഡ് ഇൻ ദി പാക്കേജിങ്. അതായത് സർട്ടൻ ഫുഡ്സ് പാക്കിംഗ് മെറ്റീരിയൽ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ നമ്മളതെടുത്ത് പുറത്ത് കളയും അല്ലേ? അപ്പോൾ ആ പാക്കിംഗ് മെറ്റീരിയൽ തന്നെ കഴിക്കാൻ പറ്റുന്നത്, അതിൽ തന്നെ ന്യൂട്രിയൻസ് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള പാക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ആദ്യകാലങ്ങളിൽ പ്ലാസ്റ്റിക് പാക്കിംഗ് മെറ്റീരിയൽ ആയിരുന്നു. കുറച്ചുകൂടെ അത് മാറി ഇക്കോ ഫ്രണ്ട്ലി ആയി മാറി വന്നു. ഇക്കോ ഫ്രണ്ട്ലി, പ്ലാനറ്റിന് ദോഷമൊന്നും ചെയ്യാത്ത ഇക്കോ ഫ്രണ്ട്ലി പാക്കിംഗ് ആയി വന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആണ് ദാറ്റ് പാക്കിംഗ് ഇറ്റ്സെൽഫ് വി ക്യാൻ ഹാവ്, ദാറ്റ് ഇറ്റ്സെൽഫ് വിൽ ഇംപ്രൂവ് ദ nourishment. Such type of packing has also come up. Next is about the functional foods. Functional food എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു ഫുഡ് കഴിക്കുന്നു, നമുക്കറിയാം കാർബ്സും പ്രോട്ടീൻസും കിട്ടുന്നു. അപ്പോൾ അപ്പാർട്ട് ഫ്രം ദ നോർമൽ ന്യൂട്രിയൻസ് സം അഡീഷണൽ ബെനിഫിറ്റ്സ്. ഇപ്പോൾ കൊറോണ സമയത്ത് നമ്മൾ വിറ്റമിൻ സി, ലെമൺ ഒക്കെ നമ്മൾ സ്ക്വീസ് ചെയ്ത് കഴിച്ചല്ലേ? നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഈ വിറ്റമിൻ സി നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യും എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ വിറ്റമിൻ സി ലെമണൊക്കെ സ്ക്വീസ് ചെയ്ത് കഴിച്ചു. അതുപോലെ
സാധാരണ ഫങ്ഷൻ അല്ലാത്തത്, അതായത് വിശപ്പടക്കുക എന്നുള്ളതിനപ്പുറത്ത് ഒരു ഡിസീസ് പ്രിവെൻഷനും കൂടെ അല്ലെങ്കിൽ ബെറ്റർ പെർഫോമൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന പോലത്തെ ചില ഫങ്ഷൻസും കൂടെ ചില ഫുഡിനുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അങ്ങനെയാണ് ആൻറ്റി ഓക്സിഡൻസ് എന്നുള്ള ടേം വന്നത്. കേട്ടിട്ടുണ്ടോ ആൻറ്റി ഓക്സിഡൻസ്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആൻറ്റി ഓക്സിഡൻസ് പറഞ്ഞാൽ നമ്മളൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പം നമ്മുടെ ബോഡിക്കകത്ത് ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞൊരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയെ ഡാമേജ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസിനെ ഉണ്ടാവുന്നതിനെ എല്ലാം പോയി പിടിക്കുന്ന ആളാണ് ഈ ആൻറ്റി ഓക്സിഡൻറ്റ്. അങ്ങനെയാണ് ഈ വൈറ്റമിൻ സി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള നാരങ്ങ, ദെൻ ഫ്ലേവനോയിഡ്സ് അടങ്ങിയ ലൈക്ക് ഓണിയൻസ്, ബെറീസ്, ബ്ലാക്ക്ബെറി, റാസ്ബെറീസ്, അതുപോലെ ഒമേഗ-3 ഫാറ്റി ആസിഡ് അടങ്ങിയ ലൈക്ക് സാൽമൺസ്, ബീറ്റ കരോട്ടീൻ എന്നുള്ളതും ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. എല്ലാ ഇലക്കറികളിനകത്തും യെല്ലോ ഓറഞ്ച് കളർഡ് വെജിറ്റബിളിനകത്തും ഒക്കെ ബീറ്റ കരോട്ടീൻ ഉണ്ട്. വൈറ്റമിൻ ഇ, നട്ട്സ് ആൻഡ് സീഡ്സ്. അപ്പോൾ ഇതിനൊക്കെ സെലീനിയം, ഇതെല്ലാം ആൻറ്റി ഓക്സിഡൻസ് ആണ്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസിനെ അത് ക്വെഞ്ച് ചെയ്യുകയും ഈ എപ്പോഴും നമ്മളൊരു ഹെവി ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആളുടെ ബോഡിക്കകത്ത് ഈ ഫ്രീ റാഡിക്കൽസിൻ്റെ ഉൽപ്പാദനം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ലറ്റ്സ് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്യണം. അപ്പോൾ ദിസ് free radicals get quenched and thereby it will improve the performance and reduce the inflammation. മനസ്സിലായോ? അപ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ് ഈ നമ്മൾ കാണിച്ചിരിക്കുന്നത്. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി, അതായത് ഇൻഫ്ലമേഷനെ കുറയ്ക്കുന്ന ടെർമറിക് കേട്ടിട്ടുണ്ടാവുമല്ലോ, മഞ്ഞൾ. നമ്മൾ ബെഡ് ടൈം നമ്മൾ അത്ലറ്റ്സിന് കൊടുക്കുന്നത് മഞ്ഞൾ ചേർത്ത പാലാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? ഈ മഞ്ഞളിൻ്റെ അകത്തുള്ള കുർക്കുമിൻ നമ്മളുടെ ഇൻഫ്ലമേഷനെ കുറയ്ക്കും. അപ്പോൾ ബെറ്റർ റിക്കവറി, ബെറ്റർ ഇൻഫ്ലമേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബെറ്റർ റിക്കവറി. ഓക്കെ, നെക്സ്റ്റ് ഇസ് അബൌട്ട് അഡാപ്റ്റോജൻസ്. ഇപ്പം ആൻറ്റി ഓക്സിഡൻറ്റ് കഴിഞ്ഞു, പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ട്രെൻഡാണ് അഡാപ്റ്റോജൻസ്. അഡാപ്റ്റോജൻസ് പറഞ്ഞാൽ ബോഡിയുടെ സ്ട്രെസ്സിനെ കുറയ്ക്കുന്ന ചില ഫുഡ്സ്, ചില ഹേർബ്സ് ലൈക്ക് അശ്വഗന്ധ പോലെയുള്ള, ജിൻസങ്, തുളസി പോലെയുള്ള ചില ഹേർബ്സ് ഐഡൻറ്റിഫൈ ചെയ്തു. അവർ നമ്മുടെ ബോഡിയുടെ സ്ട്രെസ്സിനെ കുറയ്ക്കും. ഇപ്പോൾ അത്ലറ്റ്സ് ആണെങ്കിൽ ഡ്യൂ ടു ഹെവി ഫിസിക്കൽ ആക്ടിവിറ്റി അവരുടെ കോർട്ടിസോൾ പ്രൊഡക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. ഈ കോർട്ടിസോളിനെ മിനിമൈസ് ചെയ്യാൻ ഇത്തരത്തിലുള്ള ഹേർബ്സ് കൊടുക്കും. അപ്പം അങ്ങനെ ബട്ട് ഇറ്റ് ഷുഡ് ബി അണ്ടർ ഹെൽത്ത് കെയർ പ്രൊവൈഡറിൻ്റെ ഹെൽപ്പോടുകൂടിയേ എടുക്കാൻ പറ്റുള്ളൂ. റാൻഡംലി പോയി നമുക്ക് ഈ ഹേർബ്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല. കാരണം നമുക്കത് ടോളറേറ്റ് ചെയ്യോ, അത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ കേട്ട് കഴിഞ്ഞ് പോയി കഴിക്കരുത്. ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അശ്വഗന്ധ, തുളസി പോലുള്ള ഐറ്റംസ് നമ്മുടെ ബോഡിയുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. DNA തൊട്ട് തുടങ്ങി, മൈക്രോബയോം പറഞ്ഞു, ആൻറ്റി ഓക്സിഡൻറ്റ് പറഞ്ഞു, ഫങ്ഷണൽ ഫുഡ്സ് പറഞ്ഞു, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് പറഞ്ഞു. ഇനി ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ഹൈഡ്രേഷൻ, ഇലക്ട്രോലൈറ്റ് ഇന്നോവേഷൻസ്. ഹൈഡ്രേഷൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഓൾറെഡി അത്ലറ്റ്സിൻ്റെ ഇടയിൽ ഹൈഡ്രേഷൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ വെൽ സ്റ്റഡീഡ് ആണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഹെവി ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ വാട്ടർ ലോസ് ഉണ്ടാവും. എത്രയാണോ ലോസ് അതനുസരിച്ച് വാട്ടർ റീപ്ലേസ് ചെയ്യപ്പെടണം എന്ന് നമുക്കറിയാം. ഈ ഹൈഡ്രേഷൻ, ഇപ്പോൾ വാട്ടർ ലോസ് ഒരേ ആക്ടിവിറ്റി ചെയ്യുന്ന ഞങ്ങൾക്ക് 2 പേർക്കാണെങ്കിലും വാട്ടർ ലോസ് വിൽ ബി ഡിഫറെൻറ്റ്. എനിക്ക് 3 ലിറ്റർ കുടിക്കണമായിരിക്കും എനിക്കത് റീഗെയിൻ ചെയ്യാൻ, അതിൽ ചിലപ്പോൾ 4 ലിറ്റർ ആവശ്യം വരും. അപ്പോൾ ഒരേ ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിലും ഓരോരുത്തരുടെയും വാട്ടർ നീഡ്സ് ഇസ് ഡിഫറെൻറ്റ്. ഈവൻ 2% ഓഫ് വെയ്റ്റ് ലോസ് ഡ്യൂ ടു ഡീഹൈഡ്രേഷൻ വിൽ എഫക്ട് ദ പെർഫോമൻസ് എന്നാണ്. നമ്മൾ ട്രഡീഷണൽ വേ എന്ന് പറഞ്ഞാൽ ബിഫോർ ദ ട്രെയിനിങ് ആൻഡ് ആഫ്റ്റർ ദ ട്രെയിനിങ് നമ്മൾ വേ ചെയ്യും. അത്ലറ്റ്സ് ആണെങ്കിൽ ബിഫോർ ദ ട്രെയിനിങ് 50 kg ഉണ്ടായിരുന്നു, ആഫ്റ്റർ ദ ട്രെയിനിങ് 49 kg ഉള്ളൂ. ആ 1 kg ലോസ് എന്ന് പറയുന്നത് വാട്ടർ ലോസ് ആയിട്ടാണ്. നമ്മൾ ഫാറ്റും പ്രോട്ടീനൊന്നും ലൂസ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല ഒരു 2 hours ട്രെയിനിങ്ങിൽ. നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് വെള്ളം മാത്രമേ നഷ്ടപ്പെടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ 1 kg ലോസ് എന്നാണ് നമ്മൾ കണക്കാക്കുക. അങ്ങനെ കണക്കാക്കുമ്പോൾ നമ്മുടെ ഇനീഷ്യൽ ബോഡി വെയ്റ്റിൻ്റെ 2% കൂടുതൽ വാട്ടർ ലോസ് ഉണ്ടാവുകയാണെങ്കിൽ വെയ് ചെയ്ത് നോക്കുമ്പോൾ ഇനീഷ്യലി ഉള്ളതിനേക്കാൾ 2% നമ്മുടെ ബോഡി വെയ്റ്റ് കുറഞ്ഞിട്ടുണ്ട് ആഫ്റ്റർ ദ ട്രെയിനിങ് എന്നാണെങ്കിൽ ഇറ്റ് വിൽ എഫക്ട് യുവർ ലൈക്ക് പെർഫോമൻസ്. ഈവൻ 2% ഓഫ് ഡീഹൈഡ്രേഷൻ. ഓക്കെ, അപ്പോൾ ഹൈഡ്രേഷൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ ആ ഹൈഡ്രേഷനിൽ തന്നെ ഇലക്ട്രോലൈറ്റ്സ് ചേർത്ത് വെറുതെ വെള്ളം കൊണ്ട് മാത്രമല്ല നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്, വാട്ടർ വിത്ത് ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് ഓൾസോ വിത്ത് വിറ്റമിൻ സി, സംടൈംസ് വിത്ത് കാർബോഹൈഡ്രേറ്റ്. ഇങ്ങനെയുള്ള റീസെൻറ്റ് അഡ്വാൻസ്മെൻറ്റ്സ് വന്നു. വെറുതെ വെള്ളം കൊണ്ട് മാത്രം ഹൈഡ്രേറ്റ് ചെയ്യുന്നുള്ള കൺസെപ്റ്റ് പോയി
കുറച്ച് കാലം വരെ അത് ORS മാത്രമായിരുന്നു, വാട്ടർ വിത്ത് ഇലക്ട്രോലൈറ്റ്സ്. ഇപ്പോൾ വീണ്ടും ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ട് വിത്ത് ദ പ്രസൻസ് ഓഫ് വിറ്റമിൻ സി അല്ലെങ്കിൽ വിത്ത് ദ പ്രസൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് വേരിയസ് ഫോർമുലേഷൻസ് ഇപ്പോൾ സ്പോർട്സ് ഡ്രിങ്ക് ആയിട്ടെല്ലാം വരുന്നുണ്ട്. സോ വാട്ട് ഡസ് ഇറ്റ് ഡു? ഹൈഡ്രേഷൻ മസിൽ ഫങ്ഷനിങ്ങിനെ ഹെൽപ്പ് ചെയ്യും, നെർവ് ഫങ്ഷനിങ്ങിനെ ഹെൽപ്പ് ചെയ്യും, pH ബാലൻസ്, ബോഡിയുടെ ബാലൻസിനെ pHനെ ഇപ്പോൾ ലാക്ടേറ്റ് അക്യൂമുലേഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് തളർച്ചയൊക്കെ തോന്നുന്നത്. അപ്പോൾ ആ pH ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഡ്രിങ്ക്സ് ഉണ്ട്. Next is about the latest trend is about the hydrogel technology. For example, endurance event ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, ലോങ് സമയമെടുക്കുന്ന ഇവൻ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഏറ്റവും അധികം വാട്ടർ ലോസ് ഉണ്ടാകുന്നതാണ്. എനർജി ലോസും അവർക്ക് തന്നെയാണ് ഏറ്റവും അധികം വരുന്നത്. പക്ഷേ അവർക്ക് ലോസ് ചെയ്യുന്ന അത്ര തന്നെ അവർക്ക് ഓൺ ദ ഫീൽഡിൽ തിരിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് ഹെവി വോളിയം ഫുഡൊന്നും കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഡ്രിങ്ക് ആണെങ്കിലും ഹെവി വോളിയം കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കേസസിൽ നമ്മൾ പുതിയൊരു ഇന്നോവേഷനാണ് ഈ കൊടുക്കാൻ പോകുന്ന ഇലക്ട്രോലൈറ്റ്സും കാർബോഹൈഡ്രേറ്റിനെ ജെല്ലാക്കി മാറ്റുകയാണ്. ജെൽ. അപ്പോൾ ഈ ജെല്ല് ബോഡിക്കകത്ത് എത്തിയ ഉടനെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ് ഡെലിവർ ചെയ്യും. അപ്പോൾ വോള്യം, കഴിക്കുന്ന ഫുഡിൻ്റെ വോള്യം വളരെ ചെറുതായിരിക്കും, പക്ഷേ ചെറിയ വോളത്തിനകത്ത് മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ് റിലീസ് നടക്കും. അതിനാണ് ഈ ജെൽ ടെക്നോളജി യൂസ് ചെയ്യുന്നത്. അതും അത്ലറ്റ്സിൻ്റെ ഇടയിൽ ഇപ്പോൾ സാധാരണമായിട്ട് കാണാറുണ്ട്. അവർ ഡിഫറെൻറ്റ് ഫ്ലേവേർഡ് ആയിട്ടുള്ള ജെൽസ് അവർ യൂസ് ചെയ്യാറുണ്ട്. ജെൽ ടെക്നോളജി വന്നത് എൻഡുറൻസ് ഇവൻറ്റ് പോലെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ബെനിഫിഷ്യലാണ്. കാരണം ലാർജ് വോള്യൂം ഓഫ് ഫുഡ് കൺസ്യൂം, ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ തന്നെ ഇൻ ബിറ്റ്വീൻ ലാർജ് വോള്യൂം കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഗ്യാസ്ട്രിക് ഡിസ്കംഫർട്ട് ഉണ്ടാവും. അങ്ങനെ കുടിച്ചിട്ട് അവർ ചുമ്മാ ഇരിക്കില്ലല്ലോ, പിന്നെയും ട്രെയിനിങ്ങിൻ്റെ ഇടയിലല്ലേ. അപ്പോൾ ആ ഡിസ്കംഫർട്ട് ഒഴിവാക്കാനായിട്ട് ഇത്തരത്തിലുള്ള ജെൽ ടെക്നോളജി യൂസ് ചെയ്യാം. Next thing happened is about nutrient timing and bioavailability. ന്യൂട്രിയൻ ടൈമിംഗ് നമ്മൾ ആദ്യം ഇനീഷ്യലി കണ്ടുപിടിച്ചു കാർബോഹൈഡ്രേറ്റ് ആണ് ഒരു അത്ലറ്റ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻ എന്ന് കണ്ടുപിടിച്ചിരുന്നു. പക്ഷേ കാർബോഹൈഡ്രേറ്റ് ഏത് സമയത്ത് എങ്ങനെ യൂസ് ചെയ്യണമെന്നതിനെ പറ്റി നമുക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് പീരിയഡൈസേഷൻ എന്നുള്ളൊരു ടേം വന്നത്. ട്രെയിനിങ് പീരിയഡൈസ്, ഇപ്പം നിങ്ങൾ അത്ലറ്റ്സിനാണേലും എല്ലാ ദിവസവും ഒരേ ഇൻറ്റൻസിറ്റിയിലല്ല ട്രെയിനിങ് പോകുന്നത്. അപ്പോൾ ഈ ട്രെയിനിങ് ഇൻറ്റൻസിറ്റി, ട്രെയിനിങ് പീരിയഡൈസേഷനോടൊപ്പം തന്നെ ന്യൂട്രീഷൻ പീരിയഡൈസേഷനും ചെയ്യാം. അതായത് ഒരു ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ഉള്ള ദിവസം ലാർജർ കാർബോഹൈഡ്രേറ്റ് ലോഡിങ്, ലാർജറായിട്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കുക. ലോ ഇൻറ്റൻസിറ്റി ആണെങ്കിൽ അന്നത്തെ ദിവസം കാർബോഹൈഡ്രേറ്റ്സിനെ കുറയ്ക്കണം. കാരണം എനർജി സ്പെൻഡ് ചെയ്യുന്നത് കുറഞ്ഞു, ഇൻറ്റൻസിറ്റി ഓഫ് ദ ട്രെയിനിങ് കുറഞ്ഞു. അപ്പോൾ അക്കോർഡിംഗ് ടു ദ ട്രെയിനിങ് പീരിയഡൈസേഷൻ ന്യൂട്രിയൻസിനെ പീരിയഡൈസ് ചെയ്യുന്ന, എസ്പെഷ്യലി കാർബോഹൈഡ്രേറ്റിനെ പീരിയഡൈസ് ചെയ്യുന്ന ഒരു ട്രെൻഡ് വളരെ ബെനിഫിഷ്യലായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. അതായത് എപ്പോഴും എല്ലാ ദിവസവും ഒരുപോലെ, അത്ലറ്റ് ആണെങ്കിൽ പോലും എല്ലാ ദിവസവും ഒരുപോലെ കാർബ്സ് കൺസ്യൂം ചെയ്യേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നു. അപ്പോൾ ഒരു ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സിൽ അവരെ എപ്പോഴും നിർത്തേണ്ട കാര്യമില്ല. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ട്രെയിനിങ് ദ ന്യൂട്രീഷൻ ക്യാൻ ഓൾസോ ബി പീരിയഡൈസ്ഡ്, എസ്പെഷ്യലി ദ കാർബോഹൈഡ്രേറ്റ് ക്യാൻ ബി പീരിയഡൈസ്ഡ് എന്നുള്ള ന്യൂ കൺസെപ്റ്റ് വന്നു. ഇത് പെർഫോമൻസിനെ ഹെൽപ്പ് ചെയ്യും. പ്ലസ് ഇംപ്രൂവ്ഡ് മെറ്റബോളിക് അഡാപ്റ്റേഷൻസ്, അതായത് ലോ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക്, ഇപ്പം ലോ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന ദിവസങ്ങളിൽ ദിയർ ബോഡി ഈസ് ഫോഴ്സ്ഡ് ടു യൂസ് ദ ഫാറ്റ്. ഒരു ഫാറ്റ് മാസ് കുറയ്ക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് കുറച്ച് നാൾ അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻ വിൽ പുട്ട് ദം ഇൻ എ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ്. അപ്പോൾ എന്ത് പറ്റും? ബോഡിയുടെ ഫാറ്റ് തന്നെ എനർജി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യപ്പെടും. അങ്ങനെ ഈ മെറ്റബോളിക് അഡാപ്റ്റേഷൻസ് വഴി ഫാറ്റ് മാസിനെ കുറയ്ക്കാനും മസിൽ മാസ് ബിൽഡ് ചെയ്യാനും സഹായിക്കും. നെക്സ്റ്റ് ചേഞ്ച് ഹാപ്പൻഡ് ഇൻ ദ പ്രോട്ടീൻ ടൈമിംഗ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കാർബോഹൈഡ്രേറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റ് ട്രെയിനിങ് ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് പീരിയഡൈസ് ചെയ്യാം. ഇത് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്നാണ് ലേറ്റസ്റ്റ് ഇന്നോവേഷൻ. അതേപോലെ തന്നെ പ്രോട്ടീൻ്റെ കാര്യത്തിലും പ്രോട്ടീനും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത്ലറ്റ്സിൻ്റെ മസിൽ മാസ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മസിലിന് പ്രോപ്പർ റിക്കവറി കിട്ടണമെങ്കിൽ പ്രോട്ടീൻ വേണമെന്ന് നമ്മൾ മുന്നേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ടൈമിങ്ങിലുള്ള വ്യത്യാസമാണ്. അതായത് ഇപ്പോൾ കാലത്ത് മുഴുവൻ വർക്കൗട്ട് ചെയ്ത് വൈകുന്നേരം ഒരു ഹെവി പ്രോട്ടീൻ മീൽ എടുക്കുന്നതല്ല ബെസ്റ്റ്. അതിന് പകരം പ്രീ വർക്കൗട്ട് കൺസ്യൂമിങ് 20 to 30 grams 1 to 2 hours ബിഫോർ എക്സസൈസ്. ഹെവി ഇൻറ്റൻസിറ്റി എക്സസൈസ് വൈകിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 2 മണിക്കൂർ മുമ്പുള്ള മീലിനകത്ത് ഒരു 30 gram വരത്തക്ക രീതി പ്രോട്ടീൻ വരത്തക്ക രീതിയിൽ ഡിസൈൻ ചെയ്യാം.
അത് കഴിഞ്ഞ് വർക്കൗട്ട് കഴിഞ്ഞ് വിത്തിൻ 30 മിനിറ്റ്സിൽ അഗൈൻ അടുത്ത 20 to 30 gram ഓഫ് പ്രോട്ടീൻ കൺസ്യൂം ചെയ്യാം. ആൻഡ് എൻ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ, അതായത് റൈറ്റ് ഫ്രം ദ മോർണിംഗ് ടു ഈവനിങ് പല തവണകളായിട്ട് പ്രോട്ടീനെ ഈവൻലി, ഇപ്പോൾ സപ്പോസ് എ പേഴ്സൺ നീഡ്സ് അക്കോർഡിംഗ് ടു ഹിസ് വെയ്റ്റ് അറൌണ്ട് 120 gram ഓഫ് പ്രോട്ടീൻ ആണെന്ന് വെച്ചോ, കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു ഈ അത്ലറ്റിന് ഈ സ്പെസിഫിക് ട്രെയിനിങ് ചെയ്യാൻ അക്കോർഡിംഗ് ടു ഹിസ് ബോഡി വെയ്റ്റ് ഒരു ദിവസം 120 gram പ്രോട്ടീൻ വേണമെന്ന് കണ്ടുപിടിച്ചു. ദിസ് ഇസ് ഡൺ ബൈ കാൽക്കുലേഷൻസ്. എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ? ആ അത്ലറ്റിൻ്റെ ബോഡി വെയ്റ്റിനനുസരിച്ച്, ട്രെയിനിങ്ങിനനുസരിച്ച്, ഏജ് അനുസരിച്ച്, കുറേ ഫാക്ടേഴ്സ് അനുസരിച്ചാണ് നമ്മൾ പ്രോട്ടീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ പ്രോട്ടീൻ ത്രൂ ഔട്ട് ദ ഡേ അക്കോർഡിംഗ് ടു ദിയർ ട്രെയിനിങ് ഷെഡ്യൂൾ, പ്രീ ഇവൻറ്റ്, പോസ്റ്റ് ഇവൻറ്റ്, ഓൺ ട്രെയിനിങ് എന്നുള്ള പല രൂപത്തിലാണ് നമ്മൾ പ്രോട്ടീൻ കൊടുക്കുന്നത്. ഇപ്പം എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇത് ബെറ്റർ മസിൽ മാസ് ഡെവലപ്പ് ചെയ്യാനും ബെറ്റർ റിക്കവറിക്കും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രോട്ടീൻ ടൈമിംഗ് എന്നുള്ളത് ഒരു റീസെൻറ്റ് ട്രെൻഡാണ്, എസ്പെഷ്യലി ബേസ്ഡ് ഓൺ ദ ഡൈജസ്റ്റബിലിറ്റി ഓഫ് ദ പ്രോട്ടീൻ. ലൈക്ക് ഇപ്പോൾ നമുക്കറിയാം കെസീൻ പ്രോട്ടീൻ, മിൽക്കിനകത്തുള്ള കെസീൻ പ്രോട്ടീൻ, ഇറ്റ് ടേക്സ് ലോങ്കർ ടൈം ഫോർ digestion, so that we mostly give them in the night time. Immediately after the workout നമുക്ക് ലോങ് ടൈം ഇല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് റിക്കവറി വേണ്ടുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ വേ ആണ് കൂടുതൽ സജസ്റ്റ് ചെയ്യുക, ബിക്കോസ് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യണം. അപ്പോൾ പ്രോട്ടീൻ്റെ ഡൈജസ്റ്റബിലിറ്റിക്ക് അനുസരിച്ച്, അത്ലറ്റിൻ്റെ നീഡ് അനുസരിച്ച് പ്രോട്ടീൻ ടൈമിങ്ങിൽ വ്യത്യാസപ്പെടുത്തി ഉപയോഗിക്കുന്ന ഒരു പുതിയ ട്രെൻഡാണ് പ്രോട്ടീൻ ടൈമിങ്. Next is about the supplements and performance aids. ഇപ്പോൾ നമ്മൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നിങ്ങൾ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, അതായത് ഡോപ്പിങ്ങിൽ പിടിക്കപ്പെടുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ. ആരും ഹെൽത്ത് സൈഡിൽ ആരും ഒരു ചോദ്യം ചോദിച്ചു കണ്ടില്ല. അതായത് വെദർ ഇറ്റ് വിൽ ഇമ്പാക്ട് മൈ കിഡ്നി, വെദർ ഇറ്റ് വിൽ ഹാവ് എൻ ഇമ്പാക്ട് ഓൺ മൈ ലിവർ. ആ സൈഡിൽ നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല. നമ്മൾ നേരെ ആ ഹെൽത്തും ഫിറ്റ്നസ് എന്നുള്ള ഏരിയ വിട്ടിട്ട് നേരെ പെർഫോമൻസ് എന്നുള്ള ആ സെഗ്മെൻറ്റിലോട്ട് മാത്രം നമ്മൾ ചിന്ത പോകുന്നത്. അതിന് പകരം ഈ ഒരു ഏരിയയിലും കൂടി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഹെൽത്തിനെ അത് എങ്ങനെ ബാധിക്കും, ആസ് എ പേഴ്സൺ എൻ്റെ ബോഡിക്ക് ഇത്രയും പ്രോട്ടീൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ, വെദർ മൈ ലിവർ ഇസ് ഏബിൾ ടു മെറ്റബിളൈസ് ഇറ്റ്, വെദർ മൈ കിഡ്നി ഇസ് ഏബിൾ ടു എക്സ്ക്രീറ്റ് ഇറ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൂടെ ഇൻഡിവിജ്വലൈസ് ആയിട്ട് ചിന്തിക്കണം. അപ്പോൾ ആ പ്രോട്ടീൻ സപ്ലിമെൻറ്റിൽ തന്നെ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ കാര്യങ്ങൾ വന്നു. അതാണ് ക്രിയാറ്റിൻ, BCAAs. അപ്പോൾ ക്രിയാറ്റിനും എല്ലാം നാച്ചുറൽ ഫുഡ്സിനകത്ത്, മീറ്റ് ആൻഡ് ഫിഷിനകത്തൊക്കെ ഉള്ള ഒരു കമ്പോണൻ്റ് ആണ്. അതല്ലാതെ നമ്മുടെ ബോഡി തന്നെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇതിൻ്റെ റോൾ എന്താണെന്നാ ATP സിന്തസിസ്, ATP. നമ്മളൊരു ഷോർട്ട് ഡ്യൂറേഷനിൽ ഹൈ ഇൻറ്റൻസിറ്റി ആക്ടിവിറ്റി ചെയ്യുമ്പം നമുക്ക് വേണ്ടുന്ന ഫാസ്റ്റായിട്ട് ATP ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. അപ്പോൾ ആ ഫാസ്റ്റസ്റ്റ് ജനറേഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ക്രിയാറ്റിൻ. ഇതാണ് സയൻസ്. പക്ഷേ നമ്മളിപ്പോൾ ഇതിനെ ഒരു സപ്ലിമെൻറ്റ് ഫോമിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫാക്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഇതിനെ ഒരു ഇൻഡസ്ട്രിയൽ ബേസിസിലൊരു സപ്ലിമെൻറ്റ് രൂപത്തിലേക്ക് ആക്കി മാറ്റുകയാണ്. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, അൺലെസ് നമുക്ക് പ്രോപ്പർലി അബ്സോർബ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ക്രിയാറ്റിൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ വരുള്ളൂ. അല്ലെങ്കിൽ ത്രൂ നാച്ചുറൽ ഫുഡ് നമുക്കിത്, അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ ആണ് എന്നൊക്കെ വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ഡെഫിഷ്യൻസി വരുള്ളൂ. അല്ലാതെ സാധാരണഗതിയിൽ ഒരു നോർമൽ നോൺ വെജ് ഒക്കെ എടുക്കുന്ന ആൾക്ക് ക്രിയാറ്റിനൊന്നും അഡീഷണൽ സപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ അമിനോ ആസിഡ് പൂള് നന്നായി നിലനിർത്തിയാൽ മതി. അതുപോലെ തന്നെയാണ് BCAA, ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്സ്. ദീസ് ആർ 3 types of അമിനോ ആസിഡ്സ്, ല്യൂസൈൻ, ഐസോല്യൂസിൻ ആൻഡ് വാലൈൻ. ഈ 3 അമിനോ ആസിഡ്സും വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് സഡൻ എനർജി കൊടുക്കാനും മസിൽ റിപ്പയറിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അതും ത്രൂ നാച്ചുറലി ഒരു നോൺ വെജ് ഒക്കെ കഴിക്കുന്ന ആൾക്കും ഈ BCAA, എഗ്സ്, ഫിഷ്, മീറ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരാൾക്കും ഈ BCAA ഇഫക്റ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ അതിനെ കുറച്ചും കൂടെ സ്പെസിഫിക് ആക്കാൻ വേണ്ടി ഒരു സപ്ലിമെൻറ്റ് രൂപത്തിൽ കഴിക്കുന്നു എന്ന് മാത്രം. അതും നമ്മൾ എനിക്ക് എത്ര ടോളറേറ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് ആക്ച്വലി സപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, നാച്ചുറൽ ഡയറ്റിൽ കൂടെ കിട്ടാത്തതാണ് നമ്മൾ സപ്ലിമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നാച്ചുറലി ഇല്ല, അതിനെ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്താലേ ഉള്ളൂ. അങ്ങനെയുള്ള സ്പെഷ്യൽ കേസസിലെ സപ്ലിമെൻ്റ് ആവശ്യം തന്നെ ഉള്ളൂ. പക്ഷേ ജിമ്മിൽ പോവാണോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണോ, സപ്ലിമെൻറ്റ് കഴിക്കണം. ദിസ് ഇസ് എ പാർട്ട് ഓഫ് ഇറ്റ്. ജിമ്മിൽ പോകണോ സപ്ലിമെൻറ്റ് കഴിക്കണം, അല്ലെങ്കിൽ നിങ്ങളൊരു പെർഫോമർ ആണോ സപ്ലിമെൻറ്റ് കഴിച്ചിരിക്കണം. അതല്ല സപ്ലിമെൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ന്യൂട്രിയൻ്റ് കിട്ടാൻ വേറെ സോഴ്സ് ഇല്ല, അല്ലെങ്കിൽ കിട്ടിയത് നമുക്ക് മതിയാവുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ന്യൂട്രിയൻ ത്രൂ ഫുഡ് കൂടെ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ
എനിക്ക് പ്രോപ്പർ ഡൈജഷൻ ഇല്ല. അങ്ങനെയുള്ള പ്രത്യേക സിറ്റുവേഷൻസിൽ മാത്രമാണ് സപ്ലിമെൻ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ നമുക്കിപ്പോൾ അധികമായി മഗ്നീഷ്യം കഴിച്ചു കഴിഞ്ഞാൽ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യത്തൊന്നുമില്ല. മഗ്നീഷ്യം നമ്മുടെ ബോഡിക്കകത്ത് വേണ്ടുന്ന ഒരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിൽ ഇല്ലാത്തൊരാൾ മാത്രമേ അത് കഴിച്ചിട്ട് പ്രയോജനമുള്ളൂ. Say if we say 1.6 to 2 is the normal blood magnesium, there is nothing beneficial taking to 2.5. 2.5 വരെ എത്തിച്ചിട്ട് നമുക്ക് അതുകൊണ്ടൊരു മാജിക് ഒന്നും സംഭവിക്കാനില്ല. നോർമൽ റേഞ്ചിൽ വെക്കാൻ നമുക്ക് നോർമൽ ഡയറ്റ് കൂടെ പറ്റുന്നില്ലെങ്കിൽ യു ടേക്ക് എ സപ്ലിമെൻറ്റ്. അതാണ് ആ കൺസെപ്റ്റ്. അത് തന്നെ ഒരു അത്ലറ്റ് കഴിക്കുമ്പോൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് പറഞ്ഞല്ലോ. അതായത് അതിൻ്റെ കണ്ടൻറ്റ് എന്താണ്, അതിൻ്റെ സോഴ്സ് എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിച്ചില്ലെങ്കിൽ ഇത് ഡോപ്പ് ചെയ്യപ്പെടും. പിന്നെ വെൽ നോൺ ആയിട്ട് പറയുന്നതാണ് ബീറ്റ്റൂട്ട്സ് അല്ലേ. ബീറ്റ്റൂട്ട് ജ്യൂസിനെ പറ്റി ഒരുപാട് സ്റ്റഡീസ് നടന്നു. അതായത് നമ്മളുടെ ഇവൻറ്റിന് അല്ലെങ്കിൽ ഹയർ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് ഒരു 2 മണിക്കൂറൊക്കെ മുമ്പ് ഒരു 500 ml ഓഫ് ബീറ്റ്റൂട്ട് ജ്യൂസ് കൺസ്യൂം ചെയ്യുന്ന ആൾക്ക് പെട്ടെന്ന് ഫെറ്റീഗ് ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ റീസൺ എന്താണെന്നാൽ ബീറ്റ്റൂട്ടിനകത്ത് നൈട്രേറ്റ്സ് എന്നുള്ളൊരു കോമ്പൗണ്ട് ഉണ്ട്. ഈ നൈട്രേറ്റ്സ് നമ്മുടെ ബോഡിയിൽ എത്തിയിട്ട് വാസോ ഡയലേഷൻ, നമ്മുടെ ബ്ലഡ് ക്യാരി ചെയ്യുന്ന വെസൽസിനെ അങ്ങ് ഡയലേറ്റ് ചെയ്യും, അങ്ങ് വലുതാക്കും. ഓക്കെ, ഡയലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മോർ ഓക്സിജൻ സപ്ലൈ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെ എടുക്കുന്നവർക്ക് ഡിലേഡ് ഫെറ്റീഗാണ്, പെട്ടെന്നൊന്നും ക്ഷീണം വരില്ല. അതാണ് ബീറ്റ്റൂട്ട് ജ്യൂസിൻ്റെ കൺസെപ്റ്റ്. അതിനെ എന്താ ഇപ്പോൾ ചെയ്യുന്നത്, നൈട്രേറ്റ്സ് എന്നുള്ള കണ്ടൻറ്റിനെ അവർ കെമിക്കലി ഫോർമുലേറ്റ് ചെയ്ത് നൈട്രേറ്റ് സപ്ലിമെൻറ്റ് ചെയ്യണം. അതിൻ്റെ ആവശ്യമില്ല. ഈ ബീറ്റ്റൂട്ട് ജ്യൂസ് കഴിക്കുമ്പോഴും നാച്ചുറലി നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള നൈട്രേറ്റ്സ് കിട്ടും. But these are the latest innovations that has happened in food apart from the normal concept of macro and micro. ഇനി ടെക്നോളജി ന്യൂട്രീഷനിലും ടെക്നോളജിയുടെ ഹെൽപ്പ് ഇപ്പോൾ എടുക്കാറുണ്ട്. പുതിയ ഇന്നോവേഷൻസ് ന്യൂട്രീഷൻ സൈഡിലും വന്നു. അതിൽ ഈ AI മീൽ പ്ലാനിങ് ഒക്കെ, ചില ആപ്സ് നിങ്ങൾക്കറിയാം. അതിനകത്ത് നമ്മൾ കഴിക്കുന്ന മീല് പിക്കിട്ട് കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള ന്യൂട്രിറ്റീവ് വാല്യൂ ഒക്കെ അറിയാൻ പറ്റും. എത്ര കാലറി ഉണ്ട്, എത്ര പ്രോട്ടീൻ ഉണ്ടെന്ന് അറിയാനുള്ള ലേറ്റസ്റ്റ് ടെക്നോളജിയൊക്കെ വന്നു കഴിഞ്ഞു. പിന്നെ ഇൻഡിവിജ്വലൈസ് ആയിട്ട് മീൽ പ്ലാൻ ചെയ്യാൻ, സപ്പോസ് ഇഫ് ഐ സേ ദറ്റ് ഐ ഡോണ്ട് നീഡ് ദാറ്റ് മച്ച് ഓഫ് സ്പൈസ് ഇൻ മൈ ഫുഡ്, സ്പൈസ്ലെസ് ആയിട്ടൊരു റെസിപ്പി തരാനും ഒക്കെ ഇപ്പോഴത്തെ AIs യൂസ് ചെയ്യാൻ പറ്റും, ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എഡ്യൂക്കേഷണൽ സോഴ്സസ് ആയിട്ട് ഐ വോണ്ട് ടു നോ മോർ അബൌട്ട് ദ റീസെൻറ്റ് സപ്ലിമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് പറ്റുന്ന ആർട്ടിക്കിൾസും വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഇസ് വെയറബിൾ ഗ്ലൂക്കോസ് മോണിറ്റേഴ്സ്. അതായത് നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഗ്ലൂക്കോസ് നമുക്കറിയാം. നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ബ്ലഡ് ഗ്ലൂക്കോസ് പോയി പീക്ക് ചെയ്യും. പിന്നെ അത് എനർജി യൂട്ടിലൈസ് ചെയ്ത് താഴേക്ക് ഇങ്ങനെ വരും. അങ്ങനെ ഒരു ഗ്രാഫുണ്ട്. അപ്പോൾ എൻട്രൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വെയറബിൾ ഗ്ലൂക്കോസ് മോണിറ്റേഴ്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ എത്ര സമയം കഴിഞ്ഞാണ് അവരുടെ ബ്ലഡ് ഗ്ലൂക്കോസ് താഴെ പോകുന്നതെന്നൊക്കെ അറിയാൻ പറ്റും. ഈ അറിവിനനുസരിച്ച് അവരുടെ കാർബോഹൈഡ്രേറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ സ്മാർട്ട് ഹൈഡ്രേഷൻ ബോട്ടിൽസ്. അതായത് LED ഉള്ള ഹൈഡ്രേഷൻ ബോട്ടിൽസ് വിച്ച് ക്യാൻ ബി അറ്റാച്ച് ടു യുവർ മൊബൈൽ ഫോണുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഗ്ലോ ചെയ്യും. നമ്മളൊരു വാട്ടർ ടാർഗറ്റ് ഇടുകയെന്ന് വിചാരിച്ചു, 4 liters എനിക്ക് കൺസ്യൂം ചെയ്യണമെന്ന്. 4 liters നമ്മൾ കൺസ്യൂം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഗ്ലോ ചെയ്ത് തുടങ്ങും. അങ്ങനെ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ടാർഗറ്റ് എത്തിയില്ലെങ്കിൽ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരും, യു ഹാവ് നോട്ട് റീച്ച്ഡ് എന്നുള്ളത്. പിന്നെ മെറ്റബോളിക് ട്രാക്കേഴ്സ്, ല്യൂമൻ എന്ന് പറഞ്ഞൊരു മെറ്റബോളിക് ട്രാക്കറുണ്ട്. നമ്മൾ ഊതി കഴിയുമ്പം നമ്മുടെ ബ്രെത്തിനകത്തുള്ള കാർബൺ ഡയോക്സൈഡ് വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെ, എത്ര നമ്മുടെ ബോഡി ഫാറ്റ് ആണോ കാർബോഹൈഡ്രേറ്റ് ആണോ യൂട്ടിലൈസ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യാൻ കാർബൺ ഡയോക്സൈഡ് കണ്ടൻറ്റ് വെച്ചിട്ട് ട്രാക്കർ വഴി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നൊന്നുമില്ല, കയ്യിലാണെങ്കിലും യൂസ് ചെയ്യുന്നൊന്നുമില്ല, ഉണ്ട് അങ്ങനെ. പിന്നെ സ്മാർട്ട് വാച്ചസ്. പിന്നെയുള്ളത് സ്വെറ്റ് റേറ്റ് മോണിറ്റേഴ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ദ ക്ലാസിക്കൽ മെത്തേഡ് വാസ് വെയിങ് ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഒരു ഇവൻറ്റിന് മുമ്പ് ബിഫോറും ആഫ്റ്ററും വെയ് ചെയ്തിട്ടാണ് നമ്മൾ ഹൈഡ്രേഷനൊക്കെ അസസ് ചെയ്യുക, എത്ര സ്വെറ്റ് ചെയ്തു എന്നൊക്കെ അസസ് ചെയ്യുക. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു വെയറബിൾ പാച്ച് നമ്മുടെ ബോഡിക്കകത്ത് ഇടുമ്പോൾ എക്സാക്ട്ലി നമ്മൾ എത്ര വാട്ടർ ലൂസ് ചെയ്തു, എങ്ങനെയാണ് എൻ്റെ സ്വെറ്റ് റേറ്റ് എന്നൊക്കെ ഇമ്മീഡിയറ്റ്ലി അറിയാൻ പറ്റുന്ന ടെക്നോളജീസ് ഉണ്ട്. അപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആയി ടെക്നോളജീസ്.
കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഈ സ്മാർട്ട് വാച്ചസിലൊക്കെ നിങ്ങൾക്ക് ഹാർട്ട് റേറ്റും സ്റ്റെപ്സൊക്കെ അറിയുന്ന പോലെ തന്നെ നമുക്ക് എക്സാക്ട്ലി ആ പേഴ്സണ് എത്ര സ്റ്റെപ്പ് എടുത്തു, എത്ര കാലറി ബേൺ ചെയ്തു എന്നനുസരിച്ച് നമുക്ക് കാലറി ഇൻടേക്ക് പ്ലാൻ ചെയ്യാം, ഡയറ്റ് ഇൻഡിവിജ്വലൈസ് ചെയ്യാനും ഒക്കെ ഇപ്പോഴത്തെ ടെക്നോളജി വഴി സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഐ തിങ്ക് ഈ സമയം കൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ ബേസിക് ഒന്നും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ കരിക്കുലത്തിന് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഒക്കെ, അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. ജസ്റ്റ് ഇപ്പോൾ കാണുന്ന ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. I hope you understood what I said. Okay, thank you. Thank you, ma'am. It was such a crystal clear explanation presentation. I hope now everyone understands about the performance aid related with supplements. Thank you once again, ma'am. You deserve a well loud of applause. Thank you. Now coming on to the Q&A session, does anyone have any queries? ഹലോ, ഈ നാച്ചുറൽ ഫുഡ് കൊണ്ട് മാത്രം എലൈറ്റ് അത്ലറ്റ്സിന് പെർഫോമൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. നാച്ചുറൽ ഫുഡ് സപ്ലിമെന്റ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ല. സപ്ലിമെൻ്റ് എന്നുള്ള ടേം തന്നെ നമുക്ക് എന്താണോ ഡെഫിഷ്യൻ്റ് അത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം നാച്ചുറൽ ഫുഡ് ഇപ്പം നമ്മൾ സായിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഉണ്ട്. എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നട്ട്സ്, സീഡ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനുള്ള ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ, അങ്ങനെ എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും വരത്തക്ക രീതിയിലാണ് നമ്മൾ ഫുഡ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിൽ നോർമലി സപ്ലിമെൻറ്റിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ചില ചെക്കിംഗ് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്തു, സപ്പോസ് ഒരു ഇവൻറ്റിന് മുമ്പ് ഒരു ബ്ലഡ് ചെക്ക് ചെയ്തു, ഒരു 2 weeks മുമ്പ് നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയൺ വളരെ ലോ ആയിട്ട് കണ്ടു എന്ന് വിചാരിക്കുക. ആ 2 weeks ടൈമിൽ നമ്മൾ നാച്ചുറൽ ഫുഡ് വഴി നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അങ്ങനെയുള്ള കേസസിൽ നമ്മളൊരു അയൺ ടാബ്ലറ്റ്സോ സപ്ലിമെൻറ്റോ ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇഫ് ദാറ്റ് പേഴ്സൺ ഇസ് ഡെഫിഷ്യൻറ്റ് അപ്പോൾ മാത്രമാണ്, ഇപ്പോൾ ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു തന്നില്ലേ മെഗ്നീഷ്യം. ഇപ്പോൾ എല്ലാവരും ജിമ്മിൽ പോകുന്ന എല്ലാവരും മെഗ്നീഷ്യം ഒക്കെ കഴിക്കുന്നത് നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ അത്ലറ്റ്സിലായാലും മെഗ്നീഷ്യം നല്ലതാണെന്ന് പറഞ്ഞ് കഴിക്കുന്നുണ്ട്. It will work only if that person is deficient. Otherwise, overdose is not going to do any magic. അപ്പോൾ ഈ ട്രെയിനിങ് സമയത്തുള്ള റിക്കവറി ടൈം, അപ്പോൾ ഈ നാച്ചുറൽ ഫുഡ് ഉണ്ട് അല്ലെങ്കിൽ ഈ BCA പോലെയുള്ള സപ്ലിമെന്റ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പം അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഉള്ള നാച്ചുറൽ ഫുഡ് ഉണ്ട്. ഇപ്പം BCAA എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്സ് എന്നാണ്. അതായത് നമ്മൾ നാച്ചുറൽ പ്രോട്ടീനിലെ 3 അമിനോ ആസിഡ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, ഐസോലൂസൈൻ, ലൂസൈൻ, വാലൻ. ഈ 3 അമിനോ ആസിഡ്സും ഇന്ന പർപ്പസ് നമുക്ക് അപ്പാർട്ട് ഫ്രം ദ അതർ പ്രോട്ടീൻസ് ഇന്ന പർപ്പസ് ഇത് സെർവ് ചെയ്യും, മസിൽസ് റിപ്പയറിനൊക്കെ സെർവ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അവിടെയും അത് ഒരു നാച്ചുറൽ ഫുഡിലൂടെ നമുക്ക് ആവശ്യമുള്ള ഈ അമിനോ ആസിഡ്സിന് നമ്മുടെ ബോഡിക്ക് വേണ്ടുന്ന ഒരു റിക്വയർമെൻറ്റ് റേറ്റ് ഉണ്ട്. ഇത്ര ഗ്രാം, ഇത്ര മില്ലിഗ്രാം എന്നുള്ള കണക്കുണ്ട്. അത് മീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന ഒരു മാജിക് അല്ല അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ആ പ്രോപ്പർലി ഇപ്പോൾ നോൺ വെജിറ്റേറിയൻ, ഇപ്പോൾ ഇൻ ബിറ്റ്വീൻ ഇഫ് യു ട്രൈ ടു ടേക്ക് എഗ്സ് പോസ്റ്റ് റിക്കവറിക്ക് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ വർക്കൗട്ട് ഇഫ് യു ഗിവ് ദം 2-3 eggs BCAA മീറ്റ് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ അത് സപ്ലിമെൻറ്റ് രൂപത്തിൽ വേണം എന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഈ സപ്ലിമെൻ്റ് അത് നമുക്ക് ജനറലൈസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇറ്റ് മൈറ്റ് ടോളറേറ്റ് ടു യു ബട്ട് നോട്ട് ടു മീ. ആ ഹെൽത്ത് പോയിന്റ് നമ്മൾ ആരും കൺസേൺ ചെയ്യുന്നില്ല. ഇത് കഴിച്ചിട്ട് ഇന്ന ആൾക്ക് പെർഫോമൻസ് ഉണ്ടായി എന്നാൽ ഞാനും വാങ്ങിച്ച് കഴിക്കുക. BCAA ഇറ്റ്സ് ക്വൈറ്റ് കോമൺ ഫോർ ഓൾ എന്നുള്ള കൺസെപ്റ്റിൽ ഞാനും കഴിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ പയ്യെ കിഡ്നി ഡാമേജും ലിവർ ഡാമേജും ഒക്കെ കണ്ടുവരുന്നത്. ഈ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസിനും നോൺ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസിൻ്റെയും ക്വാളിറ്റി സെയിം ആണോ? ബയോ അവൈലബിലിറ്റി എന്നുള്ളൊരു ഫാക്ടറുണ്ട്. അതായത് ഇപ്പം ഞാനൊരു എഗ്ഗ് കഴിക്കുകയാണ്, എൻ്റെ ഒരു ഫ്രണ്ട് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള പൾസസ് കഴിക്കുകയാണ്. ഞാൻ എഗ്ഗിൽ നിന്ന് കഴിക്കുന്ന പ്രോട്ടീൻ മുഴുവനായിട്ട് എൻ്റെ ബോഡി അബ്സോർബ് ചെയ്യും. ഇറ്റ് ഈസ് ഹൈലി ബയോ അവൈലബിൾ. പക്ഷേ ഒരു വെജിറ്റേറിയൻ സോഴ്സിന് കഴിക്കുന്ന പൾസസ് ആണെന്ന് വെച്ചോ, പ്രോട്ടീൻ സോഴ്സായിട്ട് കഴിക്കുന്നത്, അതിൻ്റെ ഒരു അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ മേ ബി ഒരു 60 to 80% നിൽക്കും. അബ്സോർപ്ഷൻ ആ അവൈലബിലിറ്റിയിലാണ് വ്യത്യാസം.